देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ആറാം അധ്യായത്തിൽ നമ്മള് മാർഗതലത്തിലും ലക്ഷ്യതലത്തിലും രണ്ട് നിലയ്ക്കും എന്താണ് യോഗമെന്ന് കണ്ടു. സ്വരൂപസ്ഥിതി, അതാണ് യോഗം. ഇനി അതിലേക്കുള്ള സാധനാ മാർഗത്തെയും യോഗമെന്ന് പറയും. അതിലൊടുവിൽ ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോ മതഃ. ഇതാണ് അവസാനം പറഞ്ഞത്. അതിനും കാരണമായ ദർശനത്തെ പറഞ്ഞു. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സ യോഗി മയി വർത്തതേ. വാസ്തവത്തിൽ ഈ രണ്ട് ശ്ലോകങ്ങളാണ് ആറാം അധ്യായത്തിലെ യോഗോപദേശത്തിന്റെ ഉപസംഹാരം. സർവഭൂതങ്ങളിലും നിലകൊള്ളുന്ന എന്നെ ഏകത്വഭാവത്തോടുകൂടി ആരാണോ ഭജിക്കുന്നത്, സേവിക്കുന്നത്, അയാൾ സർവഥാ വർത്തമാനഹാപി, എങ്ങനെ വർത്തിച്ചാലും, ബാഹ്യമായി ഏതേത് രൂപത്തിലും ഭാവത്തിലും വർത്തിച്ചാലും സ യോഗി മയി വർത്തതേ, അയാൾ എന്നിലാണ് വർത്തിക്കുന്നത്. അതാണ് യോഗത്തിന്റെ പരമാവസ്ഥ. കാരണം യോഗം ചേർച്ച. അവിടെ ഈശ്വര ജീവഭേദം പോയി, ഉപാസ്യ ഉപാസക ഭേദം പോയി. ഇന്നലെ വരെ ഉപാസ്യമായിരുന്ന പരമസത്യത്തിൽ അയാൾ വർത്തിക്കുന്നു. അതിൽ ഒന്നും പറയാനില്ല ശാസ്ത്രത്തിൽ. ഒന്നുകൂടി പറഞ്ഞു, സർവചരാചരങ്ങളിലും ആത്മൗപമ്യേന തനിക്ക് തുല്യമായി സമത്തെ ദർശിക്കുന്നവൻ ആരാണോ, സുഖം വാ യതി വാ ദുഃഖം, സുഖാവട്ടെ ദുഃഖാവട്ടെ, മാറി വരുന്ന ഏത് സാഹചര്യമാകട്ടെ, ശീതമോ ഉഷ്ണമോ പൂജയോ പരിഭവമോ സ്തുതിയോ നിന്ദയോ എന്തോ ആകട്ടെ, ആ യോഗി പരമമായ അവസ്ഥയിലുള്ളവനാണ്. ഇത്രയും പറഞ്ഞപ്പോഴാണ് ഇനി ഇതിൽ പരം ശാസ്ത്രത്തിനൊന്നും പറയാനില്ല. ശാസ്ത്രത്തിന്റെ ലക്ഷ്യ സ്ഥിതിയായി. അപ്പോഴാണ് അർജുനയുടെ സംശയം വരുന്നത്. ഭാഷ്യം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഏതസ്യ യഥോക്തസ്യ സമ്യക് ദർശന ലക്ഷണസ്യ യോഗസ്യ ദുഃഖ സമ്പാദ്യതാം ആലക്ഷ്യ ശുശ്രൂഷുഃ ധ്രുവം തത് പ്രാപ്ത്യുപായം അർജുന ഉവാച. അടുത്ത ശ്ലോകം അർജുന ഉവാച, അർജുനൻ ചോദിച്ചു, അർജുനൻ പറഞ്ഞു എന്നതിലേക്കാണ്. അതിനെ അവതരിപ്പിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ. ഏതസ്യ
यथोक्तस्य सम्यक् दर्शन लक्षणस्य योगस्य दुःख संपाद्यताम् आलक्ष्य शुश्रूषुः ध्रुवं तत्प्राप्त्युपायम् ഏതസ്യ യോഗസ്യ ഈ യോഗത്തിന്റെ ഏത് യോഗത്തിന്റെ യഥോക്തസ്യ പറയപ്പെട്ട പ്രകാരമുള്ള യോഗത്തിന്റെ അതെന്താണ് സമ്യക് ദർശന ലക്ഷണസ്യ സമ്യക് ദർശനമാണ് യോഗം ശരിയായ കാഴ്ച ആ ശരിയായ കാഴ്ച തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി പശ്യതി കാണുന്നുവോ അപ്പൊ സർവത്ര സമം ദർശിക്കുന്നതിനെയാണ് ഇവിടെ യഥോക്ത ലക്ഷണസ്യ സമ്യക് ദർശനസ്യ ശരിയായ കാഴ്ചയുടെ യോഗത്തിന്റെ ദുഃഖ സമ്പാദ്യതാം ആലക്ഷ്യ ഇത് നേടിയെടുക്കാൻ എളുപ്പമല്ല പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നല്ലത് തന്നെ മറ്റൊരാളോട് ഉപദേശിക്കാൻ എളുപ്പമാണ് പക്ഷെ സ്വജീവിതത്തിൽ ഈ സമഭാവം നേടിയെടുക്കുക എന്നുള്ളത് വളരെ ക്ലേശകരമാണ് അത് മുൻനിർത്തി അലക്ഷ്യ മുൻനിർത്തി ശുശ്രൂഷുഹു ശുശ്രൂഷുഹു എന്ന് പറഞ്ഞാൽ ശ്രോതും ഇച്ഛുഹു കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവൻ ധ്രുവം തത്പ്രാപ്ത്യുപായം നിശ്ചയമായും യോഗത്തെ പ്രാപിക്കാനുള്ള ഉപായം എന്താണ് എന്ന് കേൾക്കുവാൻ ഇച്ഛിക്കുന്നവനായ അർജുനൻ ചോദിച്ചു ഭഗവാനോട് അത്രയുള്ളൂ സാരം ഭഗവാൻ ഉപദേശിച്ച സമദൃഷ്ടി ആകുന്ന യോഗം അതിന്റെ സാധനാ വഴി എളുപ്പമല്ല അപ്പൊ എങ്ങനെയാണ് അതിനെ പ്രാപിക്കാൻ കഴിയുക അതറിയുന്നതിനായിക്കൊണ്ട് അർജുനൻ ചോദിച്ചു എന്താ ചോദിച്ചേ യോയം അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാഥി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാഥി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം അർജുനൻ പറയുകയാണ് അഥവാ ചോദിക്കുകയാണ് ഹേ മധുസൂദന അല്ലയോ മധുസൂദന അയം യഹ യോഗഃ ത്വയാ പ്രോക്തഃ അയം യോഗഃ ഈ യോഗം അയം എന്ന് പറഞ്ഞാൽ ഇവൻ അപ്പൊ അയം യോഗഃ എന്ന് പറഞ്ഞാൽ ഈ യോഗം അല്ലാണ്ട് ഇവൻ യോഗം നമ്മൾ ആരും പറയാറില്ല ഈ യോഗം ഏത് യോഗം യഹ ത്വയാ പ്രോക്തഃ യഹ യാതൊന്ന് ത്വയാ പ്രോക്തഃ നിന്നാൽ പറയപ്പെട്ടത് 6-ാം അധ്യായത്തിൽ ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും വേർതിരിച്ച് ഹേ ഭഗവൻ നിന്നാൽ പറയപ്പെട്ടതായ യോഗം എങ്ങനെയുള്ളതാ സാമ്യേന പ്രോക്തഃ
സമത്തിന്റെ ഭാവമാണ് സാമ്യം. സമത്തിന്റെ ഭാവം സാമ്യം. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന. ഹേ അർജുന, സർവചരാചരങ്ങളിലും സമമായി യാതൊരുവൻ കാണുന്നുവോ എന്ന് പറയും. ഈ സമദൃഷ്ടിയാണ് സാമ്യം. ഇനി സമം എന്നുള്ളതിന് ബ്രഹ്മമെന്നും സന്ദർഭവശാൽ അർത്ഥമുണ്ട്. നിർദോഷം ഹി സമം ബ്രഹ്മ എന്ന് ഗീത തന്നെ പറയുന്നുണ്ട്. നിർദോഷം ഹി സമം ബ്രഹ്മ, ദോഷരഹിതവും സമവുമാണ് ബ്രഹ്മം. ഇപ്പൊ സമത്തിന്റെ ഭാവമാണ് സാമ്യം. ഇപ്പൊ സാമ്യം എന്ന നിലയ്ക്ക് യാതൊരു യോഗം നിന്നാൽ പറയപ്പെട്ടുവോ? സമദൃഷ്ടി. ആ സമദൃഷ്ടി നേരത്തെ വിസ്തരിച്ചിട്ടുണ്ട്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ശൈവശ്വപാകേച്ച പണ്ഡിത സമദർശന പറഞ്ഞിട്ടുണ്ട്. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും, മനുഷ്യരിൽ ജന്തുക്കളിൽ മനുഷ്യൻ മികച്ചവനാണ്, മനുഷ്യരിൽ വിദ്വാന്റെ സ്ഥാനം ഉയർന്നതാണ്. അതാണ് ബ്രാഹ്മണൻ. ആ വിദ്വാൻ വിനയവാനാവുമ്പോൾ വീണ്ടും അവൻ ഉയർന്നു. എത്ര ലാളിത്യവും എളിമയും ഉണ്ടോ അത്രയും അവൻ ഉയർന്നു. അപ്പൊ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണൻ സൃഷ്ടികളിൽ ഏറ്റവും മികച്ചവനാണ്. അങ്ങനെയുള്ളവരിലും ഗവി പശുവിലും, ഹസ്തിനി ആനയിലും, ശുനി പട്ടിയിലും, ശപാകെ പട്ടിയെ പാകം ചെയ്യുന്നവനിലും പണ്ഡിത സമദർശന, പണ്ഡിതന്മാര് സമത്തെ ദർശിക്കുന്നവരാണ്. ഈ ഒരു സമദൃഷ്ടി എന്ന നിലയ്ക്ക് യാതൊരു യോഗം ഹേ ഭഗവൻ നിന്നാൽ ഉപദേശിക്കപ്പെട്ടുവോ? ഏതസ്യ അങ്ങനെയുള്ള ഇതിന്റെ സ്ഥിരാം സ്ഥിതിം, സ്ഥിരമായ സ്ഥിതിയെ അഹം ന പശ്യാമി ഞാൻ കാണുന്നില്ല. ഇതിന്റെ സ്ഥിതിയെ ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധനാ മാർഗത്തിൽ പ്രവേശിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ചില സന്ദർഭങ്ങളിൽ യോഗസ്ഥിതി ഉണ്ടാവും. മനസ്സ് ശാന്തമാകും, അടക്കം വരും, സൂക്ഷ്മമായ തത്വവിചാര സാമർഥ്യം വരും. പക്ഷേ അല്പം കഴിഞ്ഞാൽ കാണാം അതാകെ വ്യതിചലിച്ചു പോകും. നേരത്തെ ഏകാഗ്രത ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടുന്ന അവസ്ഥ ആകെ കലങ്ങി മറിയും. പിന്നെ വീണ്ടും ഏകാഗ്രം. ഇങ്ങനെ ശാന്തിയുടെയും അശാന്തിയുടെയും മാറി വരുന്ന അവസ്ഥകളാണ് സാമാന്യമായി മനുഷ്യ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് യോഗാനുഭവം ഒട്ടുമില്ല എന്ന് പറയുന്നില്ല. യോഗാനുഭവം ഒട്ടുമില്ല എന്ന് പറയുന്നില്ല. യോഗാനുഭവത്തിന്റെ സ്ഥിതിയെ കാണുന്നില്ല എന്ന് പറയുന്നില്ല. പിന്നെ എന്താ പറയുന്നേ? സ്ഥിരാം സ്ഥിതി, സ്ഥിരമായ സ്ഥിതിയെ കാണുന്നില്ല എന്നാണ്. ഇടയ്ക്കൊക്കെ ഈ യോഗാവസ്ഥയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കലങ്ങിപ്പോകും. എപ്പോഴും ഈ സമദൃഷ്ടി ഒരുപോലെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. സുഖം, ദുഃഖം, മാനം, അപമാനം, ശീതം, ഉഷ്ണം തുടങ്ങി ജീവിതത്തിൽ ദ്വന്ദ്വാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപോലെ ഉള്ള സമഭാവം ഇല്ല. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ സമഭാവമുണ്ട്. അല്പം വ്യതിചലനം സാഹചര്യത്തിൽ വരുമ്പോഴത്തേക്ക് സമഭാവം പോയി. ഇതാണ് ഭഗവാനീയ സ്ഥിതി. അതാണ് സ്ഥിരാം സ്ഥിതിം ന പശ്യാമി. എന്തുകൊണ്ട് എന്താ അർജുന അങ്ങനെ? ഹി എന്തുകൊണ്ടെന്നാൽ, ഹി എന്തുകൊണ്ടെന്നാൽ കൃഷ്ണ, ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, മനഃ ചഞ്ചലം, മനസ്സ് ചഞ്ചലമാണ്.
ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ്, വേറെ ആരുമല്ല. മനസ്സ് ചഞ്ചലമാണ്, ചഞ്ചലം, അതീവ ചലമാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അത്രയുള്ളോ? അല്ല. പ്രമാധി, പ്രമഥനം ചെയ്യുന്ന ശീലത്തോടു കൂടിയതാണ്. പ്രമഥനം ചെയ്യാച്ച കടയ്യ, നമ്മളിട്ട് കടയ്യ, തൈര് കടയണ പോലെ, സമുദ്രം കടഞ്ഞ പോലെ നമ്മളിട്ട് കടയാണ് മനസ്സ്. ഓരോ വിഷയങ്ങളെ കാണിക്കുന്നു, അതിന്റെ പിന്നാലെ ഓടുന്നു. അപ്പോഴത്തേക്ക് വേറൊന്ന് കണ്ടു, അതിന്റെ പിന്നാലെ, വേറൊന്ന് കേട്ടു, അതിന്റെ പിന്നാലെ. ഇങ്ങനെ സ്ഥിതി ഇല്ലാതെ, നിൽക്കപ്പള്ളി ഇല്ലാതെ നമ്മളിട്ട് കറക്കുകയാണ്. എങ്ങനെ കറക്കണത്? ബലവത്, ബലവത്താണ്, ബലപൂർവകം. ദൃഢം, ദൃഢമാണ്. അത്ര ബലമില്ല, ദൃഢതയില്ലാച്ച നമുക്ക് മനസ്സിനെ കീഴ്പ്പെടുത്താമായിരുന്നു. പക്ഷെ മനസ്സ് അങ്ങനെയല്ല. അപ്പൊ ദൃഢമായി ബലപൂർവകം നമ്മളെ ഇട്ട് വട്ടം കറക്കുന്നതാണ് മനസ്സിന്റെ സ്വഭാവം. തസ്യ നിഗ്രഹം, അങ്ങനെയുള്ള മനസ്സഹ നിഗ്രഹം, അങ്ങനെയുള്ള മനസ്സിന്റെ നിഗ്രഹത്തെ വായോഹോ ഇവ സുദുഷ്കരം അഹം മന്യേ. വായോഹോ ഇവ, വായുപ്രവാഹത്തിൻ്റെത് പോലെ ദുഷ്കരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടുന്നത് പോലെ ദുഷ്കരമാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ ഉപദേശ യോഗം, അതിന്റെ സ്ഥിതി ഞാൻ കാണുന്നില്ല. ശരി, ബുദ്ധിതലത്തിൽ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ട്, അത് വലിയ മഹത്വം തന്നെയാട്ടോ. അത് മനസ്സിലാക്കാനും കഴിയില്ല. രണ്ട്, ഇടയ്ക്കിടയ്ക്ക് മിന്നിമറിയുന്ന ചില യോഗാവസ്ഥകളുടെ അനുഭവം ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ ഇവിടെ പറഞ്ഞില്ലല്ലോ, പിന്നെ അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നേ? പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. സ്ഥിരാം സ്ഥിതി എന്ന് പറഞ്ഞത് കൊണ്ട് അസ്ഥിരമായ സ്ഥിതി ഉണ്ടെന്ന് ഉറപ്പാണ്. സ്ഥിരമായ സ്ഥിതിയില്ല, അപ്പൊ അസ്ഥിരമായിട്ടുള്ള സ്ഥിതി ഉണ്ട് അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതാണ്. അല്ലെങ്കിൽ സ്ഥിരാം സ്ഥിതി എന്ന് പറയേണ്ട ആവശ്യമില്ല, സ്ഥിതി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതിന്റെ സ്ഥിതിയെ ഞാൻ കാണുന്നില്ല ഭഗവാനെ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല പറഞ്ഞത്, സ്ഥിരാം സ്ഥിതിയും കാണുന്നില്ല എന്നാണ്. അപ്പൊ അസ്ഥിരമായ സ്ഥിതിയെ കാണുന്നുണ്ട്. മനസ്സ് ഇടയ്ക്ക് ശാന്തമാക്കുന്നുണ്ട്, ഇടയ്ക്ക് ഏകാഗ്രമാക്കുന്നുണ്ട്. ആ സമയത്ത് വിചാരശേഷിയും മറ്റും ഉണ്ട്. പക്ഷേ സാഹചര്യത്തിൽ ചെറിയൊരു ഭേദം വരുമ്പോഴത്തേക്ക് എല്ലാം തകിടം മറിയും. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് സ്ഥിരാം സ്ഥിതി ന പശ്യാമി, സ്ഥിരമായ സ്ഥിതിയെ ഞാൻ കാണുന്നില്ല. ഇതാണ് പ്രശ്നം. അങ്ങനെയുള്ള മനസ്സിനെ നിഗ്രഹിക്കുന്നത് വായുപ്രവാഹത്തെ, കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കുന്നത് പോലെയാണ്. വാസിഷ്ഠകാരൻ പറയുന്നുണ്ട്, അഭ്യഭിമാനാത് മഹതഃ സുമേരോന്മൂലനാദപി അഭിവന്യശനാ സാധോ വിഷമശ്ചിത്ത നിഗ്രഹായ. വാസിഷ്ഠത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നത് അഭ്യഭിമാനാത് മഹതഃ, മഹാസമുദ്രത്തെ കുടിക്കുക. ഒരു സ്പൂണ് പോയി കുടിച്ചാൽ പോലെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, മുഴുവൻ കുടിക്കുക എന്നാണ്. സുമേരുന്മൂലനാഥ്, സുമേരു പർവ്വതത്തെ കടപുഴക്കി എടുക്കുക. അപ്പി വന്യശനാബ്, അഗ്നിയെ ഭക്ഷിക്കുക. ആർക്കും സാധിക്കാത്തതാ. അഗ്നിയെ ഭക്ഷിക്കാൻ പോകുമ്പോഴത്തേക്ക് അഗ്നി നമ്മളെ ഭക്ഷിക്കും. അതിനേക്കാൾ വിഷമമാണ് ചിത്തനിഗ്രഹം, മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. സാധനയുടെ പ്രാഥമിക ഘട്ടങ്ങളിലൊക്കെ
നമുക്ക് തോന്നും മനസ്സ് നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണെന്നോ, ഞാനൊക്കെ വലിയ യോഗിയായി പോയി, എനിക്ക് വളരെ എളുപ്പം നിയന്ത്രിക്കാൻ കഴിയുന്നൊക്കെ നമുക്ക് തോന്നും സാധനയുടെ ആദ്യ ഘട്ടത്തിൽ. പിന്നെ 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 മുന്നോട്ട് 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 പോകുമ്പോഴാണ് മനസ്സിലാവുക വയ്യ. അപ്പൊ സാധുവിന്റെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ അസാധുവിന്റെ സ്ഥിതി എന്താ? പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ പരിപാടി വേണ്ടെന്ന് വെച്ചാലോ അത് പറ്റില്ലല്ലോ. മാർഗം യോഗമല്ലാതെ മാർഗം ഇല്ല. അതുകൊണ്ട് അത്രയും സാധനാനിഷ്ഠയും ശ്രദ്ധയും വേണമെന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ വായോരിവ സുദുഷ്കരം എന്നുള്ളത് വായോരപി സുദുഷ്കരം എന്ന് പറയുന്നതാ. അർജുന അങ്ങനെയല്ല പറഞ്ഞേ, അല്ല വായോരിവ എന്നാ പറഞ്ഞത്, എന്നാലും വായോരപി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ കഷ്ടമെന്നാണ് ഞാൻ മനസ്സിലാക്കണം. എന്താ ഭഗവാൻ അതിന് മറുപടി പറയണത് നമുക്ക് ശ്രദ്ധിക്കാം. അതിനു മുമ്പ് ഇതിന്റെ ഭാഷ്യം നോക്കൂ. അർജുന ഉവാച യഹ അയം യോഗഃ ത്വയാ പ്രോക്തഃ സാമ്യേന സമത്വേന ഹേ മധുസൂദന ഏതസ്യ യോഗസ്യ അഹം ന പശ്യാമി ന ഉപലഭേ ചഞ്ചലത്വാത് മനസഃ കിം സ്ഥിരാം അചലാം സ്ഥിതിം പ്രസിദ്ധമേതത്. ചഞ്ചലം ഹി മനഃ കൃഷ്ണ ഇതി കൃഷദേഹ വിലേഖനാർത്ഥസ്യ രൂപം ഭക്തജന പാപാദി ദോഷാകർഷണാത് കൃഷ്ണഃ ന കേവലം അത്യർത്ഥം ചഞ്ചലം പ്രമാഥി ച പ്രമഥനശീലം പ്രബന്ധനാദി ശരീരം ഇന്ദ്രിയാണി ച വിക്ഷിപതി പരവശീകരോതി കിഞ്ച ബലവത് ന കേനചിത് നിയന്ത്രിതും ശക്യം കിഞ്ച ദൃഢം തന്തുനാഗവത് അച്ഛേദ്യം. തസ്യ ഏവം ഭൂതസ്യ മനസഃ അഹം നിഗ്രഹം നിരോധം മന്യേ വായോഃ ഇവ യഥാ വായോഃ ദുഷ്കരഃ നിഗ്രഹഃ തതഃ അപി മനസഃ ദുഷ്കരം മന്യേ ഇതി അഭിപ്രായഃ. നോക്കൂ, യഹ അയം യോഗഃ ത്വയാ പ്രോക്തഃ സാമ്യേന സമത്വേന ഹേ മധുസൂദന ഏതസ്യ യോഗസ്യ അഹം ന പശ്യാമി ന ഉപലഭേ ചഞ്ചലത്വാത് മനസഃ കിം സ്ഥിരാം അചലാം സ്ഥിതിം പ്രസിദ്ധമേതത്. ചഞ്ചലം ഹി മനഃ കൃഷ്ണ ഇതി കൃഷദേഹ വിലേഖനാർത്ഥസ്യ രൂപം ഭക്തജന പാപാദി ദോഷാകർഷണാത് കൃഷ്ണഃ ന കേവലം അത്യർത്ഥം ചഞ്ചലം പ്രമാഥി ച പ്രമഥനശീലം പ്രമഥനാദി ശരീരം ഇന്ദ്രിയാണി ച വിക്ഷിപതി പരവശീകരോതി കിഞ്ച ബലവത് ന കേനചിത് നിയന്ത്രിതും ശക്യം കിഞ്ച ദൃഢം തന്തുനാഗവത് അച്ഛേദ്യം. തസ്യ ഏവം ഭൂതസ്യ മനസഃ അഹം നിഗ്രഹം നിരോധം മന്യേ വായോഃ ഇവ യഥാ വായോഃ ദുഷ്കരഃ നിഗ്രഹഃ തതഃ അപി മനസഃ ദുഷ്കരം മന്യേ ഇത്യഭിപ്രായഃ. അപ്പോ
യഹ അയം യോഗഃ ത്വയാ പ്രോക്തഃ, നിന്നാൽ ഈ യാതൊരു യോഗം പറയപ്പെട്ടുവോ എന്നാണ് നേരെ അർത്ഥം. നിന്നാൽ ഈ യാതൊരു യോഗം പറയപ്പെട്ടുവോ. എങ്ങനെ? സാമ്യേന സമത്വേന, സമം പശ്യൻ ഹി സർവത്ര, സർവത്തിലും സമത്തെ കാണുന്നത്. നിന്നിലും എന്നിലും അവനിലും അവളിലും ബ്രഹ്മാവിലും കൃമിയിലും കീടത്തിലും എല്ലാം ഉണ്മയായി നിലകൊള്ളുന്നത് ഏകമാണ്. എല്ലാറ്റിനെയും സമമായി കാണുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാറ്റിലും സമത്തെ കാണും. പലപ്പോഴും ഈ വേദാന്ത പ്രഭാഷകർ വരുത്തി വെക്കുന്ന അനർത്ഥം കുറച്ചൊന്നും ആധ്യാത്മിക പ്രഭാഷണങ്ങൾ വലിയ അനർത്ഥം ഉണ്ടാക്കുന്ന, എല്ലാത്തിനെയും വിദ്വാൻ ഒരുപോലെ കാണുന്നു എന്ന് പറയും. വിദ്വാൻ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നെങ്കിൽ അടിയന്തരമായിട്ട് ആ വിദ്വാനെ കണ്ണുകാപ്പ് എടുത്ത് നോക്കണം, അല്ലേ? എല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന വെച്ചാൽ കണ്ണിന് കാഴ്ചയുടെ പ്രശ്നം ഉണ്ടെന്ന് അർത്ഥമാണ്. എല്ലാറ്റിലും ഒന്ന് കാണും, രണ്ടും അർത്ഥം വളരെ ഭിന്നമാണ്. ഇല്ലെങ്കിൽ സർവത്ര അനവസ്ഥ ദോഷം, സർവത്ര ദോഷമാവരുത്. സർവത്തെ ഒരുപോലെ കാണുന്നു പറഞ്ഞു ശരി. എല്ലാത്തിലും ഒരുപോലെ കാണും, എല്ലാത്തിലും ഒന്നിനെ കാണും. സമത്വേന ഹേ മധുസൂദന, അല്ലയോ മധുസൂദന, ഏതസ്യ യോഗസ്യ അഹം ന പശ്യാമി ന ഉപലഭേ. ഈ യോഗത്തിനെ ഞാൻ കാണുന്നില്ല. എങ്ങനെ കാണുന്നില്ല? എന്ത് കാണുന്നില്ല? ചഞ്ചലത്വം, അത് മനസ്സഹ, മനസ്സിന്റെ ചഞ്ചലത്വം കൊണ്ട് ഞാൻ കാണുന്നില്ല. എന്ത് കാണുന്നില്ല? സ്ഥിരാം സ്ഥിതി, അചലാം സ്ഥിതി, ഉറച്ച സ്ഥിതിയെ കാണുന്നില്ല. ചിലപ്പോ ഈ യോഗം ഉണ്ടാവുന്നുണ്ട്, ചിലപ്പോ ഈ ഒരു ശാന്തി നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ ഉടനെ നഷ്ടപ്പെട്ടു. ചിലപ്പോ യോഗിയാവും, അടുത്ത നിമിഷം യോഗവും പോയി. അതെ, അതുകൊണ്ട് സ്ഥിതി ഞാൻ കാണുന്നുണ്ട്, പക്ഷെ സ്ഥിരാം സ്ഥിതി കാണുന്നില്ല. ഇത് ഭാഷ്യകാരൻ ഒന്നും വിശദീകരിക്കുന്നില്ല. ഭാഷ്യകാരൻ ഒറ്റ വാക്കുകൊണ്ട് വ്യാഖ്യാനിച്ചു. എന്താണെന്നറിയോ? പ്രസിദ്ധമേതം. ഇത് വളരെ പ്രസിദ്ധമാണ്. അപ്പൊ പിന്നെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇത് പ്രസിദ്ധമാണ്, ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഞാനായി എഴുതേണ്ട ആവശ്യമില്ല. എഴുതി പിടിപ്പിക്കാൻ അവിടെ ഒരു പേജ്, 2 പേജ്, 3 പേജ് എഴുതാം. അതിന്റെ ആവശ്യമില്ല. പ്രസിദ്ധമേതം, ഇത് വളരെ പ്രസിദ്ധമാണ്. എന്റെ മനസ്സ് നിയന്ത്രിക്കപ്പെടുന്നില്ല, മനസ്സെന്നെ വഞ്ചിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ചഞ്ചലം ഹി മനഃ, മനസ്സ് ചഞ്ചലമാണല്ലോ. ഹേ കൃഷ്ണ, ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഭാഷ്യകാരൻ അർത്ഥം പറയുന്നത്. കൃഷതേ വിലേഖനാർത്ഥസ്യ രൂപം. കൃഷ്ണ എന്നുള്ളത് കൃഷിധാതുവിന്റെ രൂപമാണ്. കൃഷിധാതുവിന് വിലേഖനാർത്ഥമാണ്. വിലേഖനം എന്ന് പറഞ്ഞാൽ വയല് പുഴ, വയല് പുഴുന്നതിനാണ് വിലേഖനം എന്ന് പറയുന്നത്. ഉഴുതുമറിക്കുക, ആ അർത്ഥത്തിലാണ് കൃഷ്ണൻ എന്നുള്ള പേര് വന്നത്. അതെങ്ങനെയാ? ഭക്തജന പാപാദിദോഷാകർഷണ, ഭക്തജനങ്ങളുടെ പാപാദിദോഷങ്ങളെ ഉഴുതു മറിച്ചില്ലാതാക്കും എന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഇവിടെ ഭാഷ്യകാരൻ അപ്പൊ തോന്നുന്നത് എന്താണോ അതാ പറയുക. എല്ലാ ദിവസത്തും പറയാത്തത് അപ്പൊ തോന്നിയില്ല, ഓരോ സ്ഥലത്ത് തോന്നുന്ന പറയും. കൃഷ്ണൻ എന്നാണ് പേരിട്ടത്. ആര്? ഗർഗമഹർഷി. ഗർഗമഹർഷിയാണ് പേരിട്ടത്. ശ്രീകൃഷ്ണൻ നല്ല പേരിട്ടത്, കൃഷ്ണൻ. കൃഷ്ണനെ ശ്രീകൃഷ്ണനാക്കുന്നത് നമ്മളാണ്. മര്യാദയ്ക്ക് പറഞ്ഞാൽ കൃഷ്ണൻ എന്ന് മതി. നമ്മൾ വിചാരിക്കുന്ന ശ്രീ കൂട്ടിയാൽ കേമായിരുന്നു. ഇപ്പൊ ശ്രീകൃഷ്ണൻ.
ശ്രീകൃഷ്ണനെ കുട്ടിയെ കേമാവുകയല്ല ചെയ്യുന്നത്. അങ്ങനെയാക്കിയാല് ഗർഗ മഹർഷിക്ക് തന്നെ ശ്രീകൃഷ്ണൻ പേരിടായിരുന്നു. കൃഷ്ണശബ്ദത്തിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അനേക അർത്ഥങ്ങളാണ്. ഒരിടത്ത് ഹരിവംശത്തില് കൃഷ്ണോ വർണ്ണശ്ച യസ്മാത് മേ തസ്മാത് കൃഷ്ണോഹം, യാതൊരു കാരണം കൊണ്ട് എന്റെ വർണ്ണം കൃഷ്ണവർണ്ണമാണോ, കറുത്ത ഇരുണ്ട വർണ്ണമാണോ, അതുകൊണ്ട് ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞു. ഇരുണ്ട വർണ്ണത്തോട് കൂടിയവൻ കൃഷ്ണൻ. കർഷണാത് കൃഷ്ണ, ആകർഷിക്കുന്നത്, സർവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. എപ്പോഴൊക്കെ? ഒന്ന്, സംഹാരകാലത്ത് സകല ജീവരാശിയെയും തന്നിലേക്ക് ആകർഷിച്ച് വിലയിപ്പിക്കുന്നു. പിന്നെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, നീയുമില്ല, ഞാനുമില്ല, ഒന്നുമില്ല, എല്ലാം വിലയിച്ചു. അങ്ങനെ സർവരെയും സംഹാരകാലത്ത് ആകർഷിക്കുന്നവൻ ആരും അവൻ കൃഷ്ണൻ, പരമാത്മാ. അല്ലെങ്കിൽ തന്റെ മോഹനങ്ങളായ ലീലകളെ കൊണ്ട് സകല ഭക്തജനങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. കൃഷ്ണലീലകൾ പ്രസിദ്ധമാണ്. പകുതി പാത്രം കഴുകിയിട്ട് ഓടിപ്പോകുന്നവർ, പകുതി പാല് കറന്ന് ഓടിപ്പോകുന്നവർ, പകുതി ബ്ലൗസ് ഇട്ടിട്ട് ഓടിപ്പോകുന്നവർ, ഇങ്ങനെ ധാരാളം വർണ്ണിച്ചിട്ടുണ്ട്. കുപ്പായം പകുതി ഇട്ടിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് ഓടി. അപ്പൊ സർവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനാരും അവൻ കൃഷ്ണൻ. ഇനി കൃഷത്തെ ഇപ്പൊ പറഞ്ഞത് കൃഷി ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞത് ഭക്തജന ഹൃദയത്തിലെ പാപങ്ങളെ ഉഴുതുമറിച്ചില്ലാതാക്കുന്നവൻ. വേറെയും പറയാം, നമ്മള് ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് യഥാകർമ്മം ഫലം തരുന്ന കൃഷിക്കാരൻ, യഥാകർമ്മം ഫലം പ്രദാനം ചെയ്യുന്നവർ കൃഷിക്കാരൻ, അങ്ങനെ പറയാം. ഇനി കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ പറഞ്ഞാൽ കൃഷി ഭൂവാചക പ്രോക്തോ നഷ്ട നിർവൃതിവാചക. കൃഷി എന്നുള്ളത് അസ്തിത്വത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. ഉണ്ട്, ഉണ്മ. നഹ ന ശബ്ദം നിർവൃതിവാചകമാണ്, ആനന്ദം. സത്വം ആനന്ദവും സ്വരൂപമായവൻ സദാനന്ദൻ കൃഷ്ണൻ. ശരി, അനേക അർത്ഥങ്ങൾ പറയാം. ഹേ കൃഷ്ണ, മനഃ ചഞ്ചലം അത്യർത്ഥം ചലം. അത്യർത്ഥം ചലമാണ് മനസ്സ്. ന കേവലം അത്യർത്ഥം ചലം, ചഞ്ചലം മാത്രമല്ല, പിന്നെ പ്രമാധിച്ച് പ്രമഥനശീലം, കട്ടയുന്ന ശീലത്തോട് കൂടിയതാണ്, പ്രമഥനം ചെയ്യുന്ന ശീലത്തോട് കൂടിയതാണ്. പ്രമഥനാദി, ശരീരം ഇന്ദ്രിയാണിച്ച്, ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ മനസ്സ് കടയും, കടഞ്ഞൊരു വഴിക്കാക്കും. മനസ്സിന്റെ സ്പന്ദനത്തിനനുസരിച്ചാണ് ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെ ഒക്കെ സ്ഥിതി. വിഷയങ്ങളിലേക്ക് തള്ളിവിടുന്നത് മനസ്സാണ്, ശാന്തമായി ഇരുത്തുന്നതും മനസ്സാണ്. മനസ്സ് ശാന്തവും സുഖപ്രദവുമാണെങ്കിൽ ശരീരം ശാന്തമായിരിക്കും. മനസ്സിൽ വ്യാകുലത വന്നാലോ രോഗങ്ങള്, ക്ലേശങ്ങള്. മനസ്സിന്റെ സ്ഥിതിക്ക് അനുരൂപമാണ് ശരീരം, മനസ്സിന്റെ സ്ഥിതിക്ക് അനുരൂപമാണ് ഇന്ദ്രിയങ്ങൾ. അതാണ് പറയുന്നത് ബലവത് പ്രമഥനാദി ശരീരം ഇന്ദ്രിയാണിച്ച് വിക്ഷിപതി പരവശീകരോതി, വലിച്ചെറിയുന്നു പലതിലേക്ക് മനസ്സ്.
പരവശീകരണത്തിൽ ആളിവിടെ ഇരിക്കുന്നുണ്ടാവും. കണ്ണ് വേറെ വഴിക്ക് പോകും, ചെവി വേറെ വഴിക്ക് പോകും, മൂക്ക് വേറെ വഴിക്ക് പോകും, നാക്ക് വേറെ വഴിക്ക് പോകും, അങ്ങനെ വലിയ വഴിക്ക് പോകും. ആളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ തോന്നും ഏതാണ്ട് അങ്ങനെ പഠിച്ചിട്ട് അന്തർഭാഷയൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് കുത്തിവെക്കാൻ തോന്നും. അതെ, എങ്ങോട്ടൊക്കെയാ പോണെന്ന് പറയാൻ വയ്യ അല്ലേ? ആ യന്ത്രം എവിടുന്ന് വന്നാവുന്ന ആ ശബ്ദം ഉണ്ടാക്കുന്നത്, റോഡൊക്കെ നന്നാക്കണം, എന്താ എവിടുന്ന് വന്നാൽ അവിടെ ഇട്ട് പോവുക, അല്ല അവർ കൊണ്ടുപോവുക, എന്താണ്, ഏത് നാട്ടിൽ നിന്ന് വന്നാണ്, എങ്ങനെ കൊണ്ടുപോകണം? നീ ഇവിടെ ഇരിക്കണേ. ആ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് പോയി ചെവിയിലുണ്ട്. അപ്പോഴേ ചിന്തകളൊക്കെ വന്നേ. പരവശീകരോതി കിഞ്ച ബലവതിന കേനചിൻ നിയന്ത്രം ശക്യം. ബലയുക്തമാണ്, ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അത്ര കേമ മനസ്സ്. ദൃഢം തന്തുനാഗവത്, തന്തുനാഗം പോലെ. തന്തുനാഗം എന്ന് പറഞ്ഞാല് ഒക്ടോബസ് എന്ന് നമ്മള് പറയുന്നത് നീരാളി, ഒക്ടോബസ്, അതാണ് തന്തുനാഗം. അല്ലപോലെ അതങ്ങ് പിടിച്ച് ചുറ്റി പിടിച്ചാൽ പിടിച്ചത് തന്നെയാണ്, പിന്നെ അതിനെ പിടിക്കാൻ പറ്റില്ല. അതുപോലെയാ നമ്മുടെ മനസ്സ്, പിടിച്ചാ പിടിച്ചതാ, തന്തുനാഗം പോലെ, ഒക്ടോപസിനെ പോലെ. അച്ഛേദ്യം, അതിനെ വേർപെടുത്താൻ വയ്യ, അത്ര ബലം. തസ്യേവ ഭൂതസ്യ മനസ്സഃ, അങ്ങനെയൊക്കെയുള്ള മനസ്സിന്റെ നിഗ്രഹം, നിരോധം, ഇതിനെ നിരോധിക്കുക എന്നുള്ളത് അഹം മന്യേ, ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ? വായോഹോയവ, വായുവിന്റെ കൊടുങ്കാറ്റിനെ ബന്ധിക്കുന്നത് പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യഥാ വായോഹോ നിഗ്രഹ ദുഷ്കര, വായുവിന്റെ നിഗ്രഹം വളരെ ദുഷ്കരമാണ്, സാധിക്കില്ല എന്ന് പറയുന്നില്ല, വളരെ ദുഷ്കരമാണ്. തതഹാപി, അതിനേക്കാൾ ദുഷ്കരമാണ് മനസ്സഹ, മനസ്സിന്റെ നിയന്ത്രണം എന്ന് മന്യേ, ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായ, ഇതാണ് അവരുടെ അഭിപ്രായം. അപ്പൊ അങ്ങനെ ആയിരിക്കെ പിന്നെ അങ്ങ് വലിയ ആശയങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന, സമബുദ്ധി, സമത്വം, സർവരിലും കുടികൊള്ളുന്ന സത്യം ഏകമാണെന്നൊക്കെ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? മനസ്സ് നിഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ ചോദ്യം. ഇതാണ് അർജുനന്റെ പരാതി. അതുകൊണ്ട് അങ്ങ് ഉപദേശ യോഗത്തിന്റെ സ്ഥിരമായ സ്ഥിതിയെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കേട്ടാണല്ലോ. എന്താണ് ഭഗവാന്റെ മറുപടി? നോക്കൂ. ഏവം ഏതത് യഥാ ബ്രവീഷി, ഏവം ഏതത് യഥാ ബ്രവീഷി, നീ പറഞ്ഞ പോലെ തന്നെയാണോ? ഭഗവാൻ സമ്മതിച്ചു. നീ പറഞ്ഞ പോലെ തന്നെയാണ്, നീ പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞ തെറ്റാന്നല്ല അർജുനൻ. ഭഗവാൻ പറയണോ? നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഭഗവാൻ അനുവദിച്ചു. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഹേ മഹാബാഹോ, അല്ലയോ മഹാബാഹുക്കളോട് കൂടിയവനെ, വലിയ കൈകളോട് കൂടിയവനെ, വലിയ കയ്യൂക്ക് കൈക്കരുത്തുള്ളവനെ,
ആജാനുബാഹുക്കളോട് കൂടിയവനെ. നമ്മളൊക്കെ ഇരുന്നാ തിരക്കേണ്ടില്ല അല്ലെ? ആജാനുബാഹുക്കളാണ് എല്ലാരും. ആജാനുബാഹുക്കളായപ്പോ ഇരുന്ന് കഴിഞ്ഞാൽ കാലിന്റെ മുട്ട് തൊടാൻ പറ്റുന്നില്ലേ? മറ്റതല്ല, മറ്റൊന്ന് നിന്നിട്ട് കാലിന്റെ മുട്ടിലെത്തുന്ന കൈയോട് കൂടിയവൻ ആണ് ആജാനുബാഹു. മഹാബലശാലിയായിട്ടുള്ളവനെ ഇവിടെ ഈ അർജുനനെ ഇപ്രകാരം വിളിച്ചത് വളരെ അർത്ഥയുക്തമാണ്. കാരണം നീ വലിയ ബലശാലിയാണെന്നാണല്ലോ ഒപ്പ്. മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലാച്ചാൽ നിന്റെ ഈ ബലം കൊണ്ട് ഒരു കാര്യവും. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ പല ആശ്രമങ്ങളിലും കുട്ടികളുടെ പഠന സത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തുണ്ടായി, നെടുവണ്ണൂരുണ്ടായി, മട്ടന്നൂരുണ്ടായി, കൊടശ്ശേരി ഉണ്ടായി, കോഴിക്കോടുണ്ടായി, 5 സ്ഥലത്തുണ്ടായി. മാത്രം ഉണ്ടായി 6 സ്ഥലത്ത്. എല്ലാ സ്ഥലത്തും ഒരു 60-80 കുട്ടികൾ ആവറേജ് ഉണ്ട്. എല്ലാം ഒരു ആവറേജ് 80 കുട്ടികൾ. നന്നായി. അപ്പൊ അതിലൊരു മോള് ചോദിച്ചു ഒരിടത്തോളം, എഴുതാനൊന്നും അറിയില്ല, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വെപ്പൺ എന്താന്നാ, സ്ട്രോങ്ങസ്റ്റ് വെപ്പൺ എന്ന കുട്ടി ചോദിച്ചു. ഏറ്റവും വലിയ ആയുധം എന്താണ്? ധൈര്യമാണ്. ധൈര്യമാണ് ഏറ്റവും വലിയ ആയുധം. അപ്പൊ നീ വിചാരിക്കും ചിദാനന്ദ സ്വാമിക്ക് ന്യൂക്ലിയർ ബോംബുകളെ കുറിച്ചൊന്നും അറിയില്ല എന്ന് ചിലപ്പോൾ നീ വിചാരിച്ചു വെക്കാം. ഒക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ പറയണത് ധൈര്യമാണ് ഏറ്റവും വലിയ. ധൈര്യം ഇല്ല ആറ്റം ബോംബ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ധൈര്യമുള്ളവൻ എന്താ ആറ്റം ബോംബ്? ധൈര്യമാണ്. അപ്പൊ നീ വലിയ മഹാബാഹു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ധൈര്യമില്ല. ധൈര്യം എവിടുന്ന ഉണ്ടാവുക? എന്താ ധൈര്യം എന്ന് പറഞ്ഞാല് ധിയം ജാതി, ബുദ്ധിയെ നിയന്ത്രിക്കണതാണ്, മനോനിയന്ത്രണമാണ് ധൈര്യം. അല്ലാണ്ട് എടുത്തു ചാടുന്ന സാഹസികതയല്ല ധൈര്യം. ഓടുന്ന വണ്ടീന്റെ മുമ്പിലേക്ക് പോയി ഫോട്ടോ സെൽഫി എടുക്കുകയാണ്. ആലോചിച്ചു, ഓടി വരുന്ന സ്പീഡിൽ വരിക ട്രെയിൻ. ഇപ്പോഴത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്താ? അപ്പോഴാണ് സെൽഫി എടുക്കുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് അവന്റെ സെൽഫും കൊണ്ട് വണ്ടി പോയി അല്ലേ? അവന്റെ സെൽഫും കൊണ്ട് പോയി. ഈ സെൽഫി എടുക്കൽ പ്രധാന. ഭഗവാൻ ഒരു സ്ഥലത്ത് പോയി പ്രഭാഷണത്തിന് പോയാൽ പണ്ടൊക്കെ ആച്ചാൽ കഴിയാൻ തിരിച്ചു വരാൻ വണ്ടി കയറാൻ പോരുക. ഇതൊരു അരമണിക്കൂർ ഫോട്ടോ സെഷനാണ്. ഓരോ സ്ഥലത്തും പോയി ഒരു സെൽഫി ഒരു സെൽഫി എടുത്തോളൂ. നമ്മൾ വേണ്ട പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. ആരെങ്കിലും വേണ്ട പറഞ്ഞാൽ പിറ്റേന്ന് അവരായിട്ടുള്ള ഫോട്ടോ ഇറങ്ങും. പിന്നെ അതിനൊക്കെ നല്ല എടുക്കണല്ലേ? അതിനൊക്കെ നല്ല നേരിട്ട് എടുക്കണേ. അപ്പൊ ഇതിന്റെ പിന്നാലെ എന്താ മനസ്സിലാവണില്ല. എല്ലാവർക്കും അവനവനെ ഇഷ്ടമായത് കൊണ്ടാണ്, ആത്മാ പ്രേമം കൊണ്ടാണത്. നമുക്ക് ഏറ്റവും സ്നേഹം എന്നാന്നുള്ളതിന്റെ മറ്റൊരു സംഭവമാണ്. അതായത് മുത്തശ്ശി ഏതൊക്കെ ആംഗിൾ നിന്ന് എടുക്കണമെന്ന് അറിയാം. സന്തോഷം, എന്തോ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ട് പല ആംഗിൾ തന്നെ എടുക്കാം. ഞാൻ വിചാരിച്ചു വേറെ വല്ല സീനറി എടുക്കുക. നോക്കുമ്പോ അല്ല, അവനോട് തന്നെ എടുക്കണം. എന്നിട്ട് നോക്കുക, സന്തോഷിക്കുക, അത് വേറെ ആംഗിൾ എടുക്കുക. എന്താ കാരണം? എല്ലാവർക്കും അവനവനെയാണ് ഏറ്റവും ഇഷ്ടം. വേദാന്തം പഠിക്കാം, സെൽഫി എടുക്കണ കണ്ടാൽ വേദാന്തം പഠിക്കാം. അതെ, എന്താ ആത്മാഹി പ്രിയതമഃ, ആത്മാവ് പ്രിയതമമാണ്. അതുകൊണ്ടാണല്ലോ തിരിച്ചും മറിച്ചും ഒക്കെ എടുത്തിട്ട് സന്തോഷം തീരുന്നില്ല അല്ലേ? ഇത്ര ഏതൊക്കെ ആംഗിളിൽ അവരെടുത്ത് എടുക്കുക. ഒരു നല്ല മനോഹരമായ സ്ഥലത്ത് പോയ സ്ഥലം ഒന്ന് ആസ്വദിക്കാൻ പോലും വയ്യ, അവിടെ തന്നെ എടുക്കുക. എടാ, താൻ വീട്ടിൽ പോയാലും തന്നെയല്ലേ, അതൊന്ന് ആസ്വദിക്കുന്നത്. അമ്പലത്തിൽ പോയി തൊഴുന്ന പോലും ഇല്ല ഞങ്ങൾ.
അവിടെ സെൽഫിയാണ്, ഭഗവാന്റെ കൂടെ സെൽഫി. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ധൈര്യം എന്ന് പറഞ്ഞാൽ സാഹസികതയല്ല, അവിവേകമല്ല. വണ്ടിന്റെ മുമ്പിൽ ഫോട്ടോ എടുക്കുന്ന ധൈര്യ അല്ല, ഒരിക്കലും അത് സാഹസികതയാണ്, അവിവേകമാണ്. എത്ര പേർ വെള്ളം ചാവുന്നത് കുട്ടികൾ, ചെറുപ്പക്കാർ ഇങ്ങനെ ഓരോന്നാണ് ധൈര്യം എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുക. ധിയം രാതീതി ധീര തസ്യ ഭാവം ധൈര്യം. ബുദ്ധിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ധീരത, മറ്റൊന്നല്ല. അപ്പൊ അത് നിനക്കില്ലെങ്കിൽ നീ എന്ത് മഹാബാഹുവായിട്ട് എന്ത് കാര്യമാണോ? മഹാബാഹോ, ഹേ മഹാബാഹോ, അസംശയം, ഒരു സംശയമില്ല, നീ പറഞ്ഞത് ശരിയാണ്. അർജുനൻ പറഞ്ഞതിനെ പൂർണ്ണമായി ഭഗവാൻ അംഗീകരിച്ചു. അതാണ് അസംശയം, ഒരു സംശയമില്ല. മനഃ ദുർനിഗ്രഹം, മനസ്സ് ദുർനിഗ്രഹമാണ്, നിഗ്രഹിക്കാൻ വളരെ ക്ലേശകരമായതാണ്, പ്രയാസകരമാണ്, ദുഃഖകരമാണ്, എളുപ്പല്ലേ അല്ല. നീ പറഞ്ഞത് ശരിയാണ്. എന്താ കാരണം? ചലം, ചലിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാ മനസ്സ്. ഒരു സ്ഥലത്ത് ഇരുത്തിയാൽ അവിടെ തന്നെ ഇരിക്കുക, ഇല്ല അപ്പം ഓർത്തി. വേറെ എവിടെങ്കിലും ഇരിക്കാലോ, അപ്പൊ അവിടെ വേറെ ഒരു സ്ഥലത്ത് ഇരിക്കില്ല. ഇരുന്നു നമ്മൾ വിചാരിക്കും, ഇരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ വർത്തമാനം പറയുമ്പോഴത്തേക്ക് അത് വേറെ എവിടെ പോയിരുന്നുണ്ടോ? കൊച്ചു കുട്ടികളെ പോലെ അല്ലെങ്കിൽ കുരങ്ങന്മാരെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. അത് പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ, ഇരിക്കേണ്ടടുത്താവില്ല, ഇരിക്കണം. എത്രയോ പേര് പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികളുടെ ഗീതാ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പോയിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് കേൾക്കാനാ പോയത്? അല്ല, സ്വാമിജിയുടെ വേദാന്തം കേൾക്കാം. എന്തിനാ പോയത്? ഇതിൽ എത്ര പേരങ്ങനെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. സ്വാമിജിയുടെ വേദാന്തത്തിന്റെ ആ ഒരു സാരം അത് കേൾക്കാനാ പോയത്. പക്ഷെ കേട്ടത് എന്താ? ഇംഗ്ലീഷ് കേൾക്കാൻ ശശി തരൂരിന്റെ അടുത്ത് പോയത്. അതിന് ശശി തരൂരിന്റെ അടുത്ത് പോയാൽ മതി, ചിന്മയാനന്ദ കൊണ്ട് ആവശ്യം. അല്ല, തെറ്റില്ല, തെറ്റുണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ വ്യതിചലിച്ചിട്ട് പോകണം. അപ്പൊ ചലം ചലശീലമാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെങ്കിലും ഇരുന്നു തോന്നിയ ഇരിക്കേണ്ടടുത്തല്ല ഇരിക്കുന്നത്. ശിഷ്യൻ വന്നു, വേദാന്തം പഠിക്കണം ഗുരു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു ഇരുന്നിട്ട് പഠിക്കാം. അവിടെ ശിഷ്യ ഇരുന്നു, അല്ല 90 ഡിഗ്രിയിൽ ഇരുന്നു, അതുകൊണ്ട് കാര്യമില്ല, ഇരുന്നിട്ട് പഠിക്കാം. അത് ഇരിക്കുക, എന്നിട്ട് പഠിക്കാം. അത് ഇരിക്കാൻ പഠിക്കണം. അപ്പൊ നമ്മളവിടെ പിടിച്ചു വെച്ച് 90 ഡിഗ്രിയിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ല. അത് വേറെ അനുഷ്ഠാനം. മനസ്സിരിക്കണം. അപ്പൊ ഇരുത്തം വന്നു പറയും, ആൾക്കൊരു ഇരുത്തം വന്നു. അതെ. അപ്പൊ ഇവിടെ ചലം, അത്യന്തം ചലമാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ പ്രതീക്ഷ നമുക്ക് കൈവിടണോ? ഒരിക്കലും മനസ്സ് നിഗ്രഹിക്കാൻ കഴിയില്ല എന്നാണോ? അങ്ങനെയൊക്കെ ദുർനിഗ്രഹം എന്ന് പറയില്ലല്ലോ. ദുർനിഗ്രഹം എന്ന് പറഞ്ഞാൽ ദുഃഖേന നിഗ്രഹിക്കപ്പെടുന്നതാണ്, വളരെ പ്രയാസപ്പെട്ട് നിഗ്രഹിക്കണം എന്ന അർത്ഥം. നിഗ്രഹിക്കാൻ പറ്റില്ല എന്നല്ല. അപ്പൊ എന്താ വഴി ഇതിനെ നിഗ്രഹിക്കാൻ? ഞാൻ പറഞ്ഞുതരാം. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, അഭ്യാസേന വൈരാഗ്യേണ ച
ഗൃഹ്യതേ. ഹേ കുന്തിപുത്ര, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിശ്ചയമായും മനസ്സിനെ ഗ്രഹിക്കാൻ സാധിക്കും. ഗ്രഹിക്കപ്പെടുന്നു എന്നാണ് ഗൃഹ്യതേ. ഗ്രഹിക്കപ്പെടുന്നു, മനസ്സ് ഗ്രഹിക്കപ്പെടുന്നു. എങ്ങനെ? അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും. അഭ്യാസവും വൈരാഗ്യവും, ഇതാണ് സാധന പറഞ്ഞത്. ഇത് ഭഗവാൻ പതഞ്ജലി മഹർഷി പറഞ്ഞ സൂത്രത്തെ അതേപടി ഇങ്ങോട്ട് എടുത്തിരിക്കുക. അങ്ങനെയാവുമോ? അല്ല, ഭഗവാൻ പറഞ്ഞാൽ പതഞ്ജലി എടുത്തതാവുമോ? ശ്രീകൃഷ്ണൻ 5000 ചില്ലാൻ കൊല്ലായി. അതിന് മുമ്പാവില്ലേ പതഞ്ജലി? അതെന്നാ തോന്നുന്നത്, അറിയില്ല കേട്ടോ. ആരെ ആദ്യം എന്നാ കാര്യം കണ്ടു? കൃഷ്ണനാണ് ആദ്യം ചെയ്യാൻ, കൃഷ്ണന്റെ എടുത്ത് പതഞ്ജലി എടുത്തു. പതഞ്ജലിയാണ് ആദ്യം ചെയ്യാൻ, പതഞ്ജലി എടുത്ത് കൃഷ്ണൻ എടുത്തു. അത്രേ ഉള്ളൂ. രണ്ടായാലും നമുക്ക് തുല്യ. രണ്ടും നമുക്ക് ഭഗവാൻ തന്നെയാണ്, ഇല്ലേ? അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അതാണ് പതഞ്ജല സൂത്രം. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് അതിനെ നിരോധിക്കുന്നു. അതിനെ നിരോധിക്കാം. ഏതിനെ? മനസ്സിനെ. അപ്പൊ രണ്ട് വഴിയാണ്. ഒന്ന് അഭ്യാസം, രണ്ട് വൈരാഗ്യം. അഭ്യാസം അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശ്രമം. അതാണ് അഭ്യാസം. അതെപ്പോഴാണ് നമ്മൾ ചെയ്യുന്നേ? അതിലൂടെ പ്രാപിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം അറിയുമ്പോഴാണ്, അല്ലേ? എന്താണോ അതിലൂടെ പ്രാപിക്കുന്നത് അതിന്റെ പ്രാധാന്യം അറിയുമ്പോഴേ നമ്മൾ അഭ്യാസം ആവർത്തിക്കുള്ളൂ. അല്ലാണ്ട് ആവർത്തിക്കുക ഇല്ല. അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആവർത്തിക്കാതിരിക്കാം. അത് ചെയ്യരുത്. അബുദ്ധിയുള്ളതാണ്, അബുദ്ധിയാണ്. ഈ പരീക്ഷയിൽ ഞാൻ പൊട്ടി, എനിക്ക് ആവില്ല, പാസ്സാവില്ല, നീ വേറെ വല്ല പണി നോക്കണേ, അല്ലേ? നമ്മൾ വെറുതെ റിപ്പീറ്റ് ചെയ്തിട്ട് കാലം പോക്കണെന്തിനാ? നീ വേറെ സമയം വേറെ വല്ലതും ചെയ്യേ. അല്ല സമയം ഞാൻ പ്രാവശ്യം നോക്കട്ടെ, നോക്ക്. ആ വേണ്ട, നിശ്ചയം നോക്കണം, റിപ്പീറ്റ് ചെയ്തോളൂ. അപ്പൊ ആദ്യത്തെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവനെ കൊല്ലുന്നില്ല. അവനോട് നീ വേറെ പണി നോക്ക്, വേഗം സമയം കളയല്ലേ. രണ്ടാമത്തോട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു, കാരണം അവന് സാധിക്കും, അവന് വിശ്വാസം. ഇങ്ങനെ തനിക്ക് കഴിയില്ലാച്ചാലും പിന്തിരിയ. പക്ഷേ പിന്തിരിയാതെ വീണ്ടും വീണ്ടും പരിശ്രമിക്കപ്പെടാ. രോഗം വന്നു, വൈദ്യരെ കാണിച്ചു. വൈദ്യര് പഥ്യവും ഔഷധവും പറഞ്ഞു. പഥ്യ ഔഷധം പറഞ്ഞു. ഔഷധം സേവിച്ചു, വലിയ മാറ്റമൊന്നുമില്ല. ദയ്യ വീണ്ടും ഔഷധം സേവിക്കുക. അല്ലാണ്ടെന്താ? കാരണം രോഗം മാറണം എന്നുള്ളത് നമുക്ക് വലിയ ലക്ഷ്യമാണ്. പഥ്യമില്ലാണ്ട് ഔഷധം കഴിച്ചിട്ട് കാര്യമില്ല, ഔഷധം ഇല്ലാണ്ട് പഥ്യം പാലിച്ചിട്ടും കാര്യമില്ല. രണ്ടുമാണ്. ഞാൻ പഥ്യം പാലിക്കേണ്ട സ്വാമി, ഒരു കാര്യമില്ല. പഥ്യം പാലിക്കുന്ന രോഗം വരുന്നതിന് മുമ്പാ. രോഗം വന്നാൽ പഥ്യത്തോടൊപ്പം ഔഷധം കഴിക്കും. സ്വാമി ഞാൻ ഔഷധം കഴിക്കണ്ടേ, അത് കാര്യമില്ല, പഥ്യം രണ്ടും. അപ്പൊ അതവിടെ എന്റെ രോഗം മാറണം എന്നുള്ള ഇച്ഛ ഉള്ളോണ്ടാ. അല്ലെങ്കിൽ ആവർത്തിക്കൂല. ഇവിടെ എന്റെ മനസ്സ് നിയന്ത്രിക്കപ്പെടണം. നിയന്ത്രിക്കപ്പെട്ടാൽ മാത്രമേ പുരുഷാർത്ഥ പ്രാപ്തിയുള്ളൂ. ഇല്ലാത്ത പക്ഷം പലവിധ അനർത്ഥകർത്തങ്ങളിൽ ഞാൻ ചെന്ന് വീഴും എന്ന് ഉറച്ച ബോധമുള്ളവനാണ് ആവർത്തിക്കുക. അല്ലാതെ അവൻ ആവർത്തിക്കുകയോ? ഇല്ല. അപ്പൊ എന്താ ആവർത്തിക്കണം? മനോനിയന്ത്രണത്തിന് പറഞ്ഞ സാധനങ്ങളെ ആവർത്തിക്കണം. അത് നേരത്തെ പറഞ്ഞുകൂടെ? ധാരണ, ആസനം, ആഹാര വിഹാരാദി ക്രമീകരണം ഒക്കെ പറഞ്ഞില്ലേ? നാത്യശ്നതസ്തു യോഗോസ്തി
ന ചൈകാന്തമനസ്മതഃ ന ജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. നേരത്തെ പറഞ്ഞു, ഒട്ടും ഭക്ഷണം കഴിക്കാത്ത ആൾക്കും ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കും ഒട്ടും ഉറങ്ങാത്ത ആൾക്കും വെറും ഉറക്കം മാത്രമായവനും ഒന്നും യോഗസിദ്ധി ഉണ്ടാവില്ല. ഇപ്പൊ ജീവിതത്തിൽ ഒരു മധ്യമ മാർഗം എല്ലാവരും സ്വീകരിക്കണം. അവിടെ ആസനാദി വിഷയങ്ങൾ പറഞ്ഞു ഇല്ലേ? ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിന പുരുഷോത്തരം എന്നൊക്കെ പറഞ്ഞു. തത്രൈകാഗ്രം മനഃകൃത്വ അല്ലെ യഥാ ചിത്തേന്ദ്രിയക്രിയ ഉപവിജയാസന അങ്ങനെ പോവാ. യോഗമാത്മവിശുദ്ധ. അപ്പൊ അത്തരം സാധനകളെ ആവർത്തിക്കണം. ഒരു പ്രാവശ്യം വീണു സ്വാമി, എന്താ ചെയ്യേണ്ടത്? വീണ്ടും എഴുന്നേറ്റ് നടക്കുക. അല്ലാണ്ട് വീണു അവിടെ തന്നെ കിടക്കാൻ പറ്റില്ല. വീണ്ടും എഴുന്നേറ്റ് വീണ്ടും വീണു വീണ്ടും എഴുന്നേറ്റ്. വീണ്ടും തൊഴിലാക്കരുത്. പക്ഷേ വീണു വെച്ചിട്ട് ദോഷമില്ല. വീണ്ടും തല്ലേ നടക്കാൻ പഠിക്കുക. വീടാതെ നടക്കാൻ പഠിച്ചത്. എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം, തുടങ്ങാത്തൊന്നും മുടങ്ങിയിട്ടില്ല. ഉണ്ടോ? മുടക്കം വരുമെന്ന് വിചാരിച്ചു തുടങ്ങാതിരുന്നാലോ? അത് ശരിയാ. മുടങ്ങി പോയാലോ? ഇച്ചിരി തുടങ്ങില്ല. എവിടെ തുടങ്ങിയാലേ മുടങ്ങുള്ളൂ. നീ തുടങ്ങുക. വീണ്ടും എഴുന്നേറ്റ് നടക്കാം. അതുണ്ടാവണം ഉള്ളിൽ. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും എന്നുള്ള ധൃതി ഉണ്ടാവണം. ധൃതി വേണം. ധൃതി ഇല്ലാച്ചാൽ പോയി. അഭ്യാസം, ആവർത്തിച്ചുള്ള പരിശ്രമം. വൈരാഗ്യം. അപ്പൊ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നടന്നു. അപ്പൊ വൈരാഗ്യം കൊണ്ടെന്ന് പറഞ്ഞാൽ വൈരാഗ്യം നമ്മൾ ചെയ്യേണ്ടതല്ലല്ലോ, വൈരാഗ്യം ഉണ്ടാകേണ്ടതല്ലേ. വൈരാഗ്യം എങ്ങനെ ചെയ്യും ചോദ്യം. അപ്പൊ മറുപടി, വൈരാഗ്യം ചെയ്യാൻ പറ്റില്ല. വൈരാഗ്യജനകമായ വിവേകത്തെ ചെയ്യാം. വിവേകം കൊണ്ട് വൈരാഗ്യം ഉണ്ടാവും. അപ്പൊ വൈരാഗ്യജനകമായ വിവേകത്തെയാണ് ഇവിടെ വൈരാഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. വിവേകം ചെയ്യുക. എന്തിലേക്കാണോ മനസ്സ് നമ്മളെ ആകർഷിക്കുന്നത് അതിന്റെ സ്വരൂപത്തെ കുറിച്ച് ചിന്തിക്കുക. ചിന്തിക്കുമ്പോ അങ്ങോട്ട് കൂലം കുത്തി ഒഴുകണത് തിരിച്ചു പോകും. പ്രദൃശ്യതേ വസ്തുനി എത്ര ദോഷോ ന തത്ര പുംസോസ്തി പുനഃ പ്രവൃത്തി. എവിടെ ദോഷം പ്രദർശിപ്പിക്കപ്പെട്ടോ അവിടത്തേക്ക് പിന്നെ പ്രവൃത്തി ഉണ്ടാവില്ല. അവിടെ തിരികെ പോലും. വൈരാഗ്യ ഭാവന എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വൈരാഗ്യമല്ല, വിവേകമാണ്. കാരണം വിവേകമാണ് വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നത്. അപ്പൊ വിവേകാഭ്യാസം വീണ്ടും 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 വിവേകം ചെയ്യുക. വീണ്ടും വീണ്ടും യോഗ സാധനകൾ അനുഷ്ഠിക്കുക. ഏതുവരെ? ലക്ഷ്യപ്രാപ്തി വരെ. അപ്പൊ അതിനിടയ്ക്ക് മരിച്ചു പോയാലോ? പോട്ടെ, എന്താ പറഞ്ഞു? എവിടെ വെച്ച് നിർത്തി അവിടുന്ന് പിന്നെ തുടങ്ങാം. സംശയമില്ല. ആരും ഒഴിഞ്ഞ കടലാസുകൾ വന്നവരല്ലല്ലോ. ആരെങ്കിലും ഒഴിഞ്ഞ കടലാസുകൾ വന്നവരാണോ? അല്ല. ജന്മജന്മാന്തരങ്ങളുടെ സംസ്കാരങ്ങളോട് കൂടിയാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. ഇതൊരു യാത്ര, തുടർ യാത്രയാ. തീരുമെന്നൊന്നും ചിന്തിക്കാത്ത. തീരുമെന്ന് ചിന്തിച്ചാൽ ഒന്നും തുടർന്നില്ല. തുടർന്നോ? എന്താ കല്യാണം ആലോചിച്ചു. താമി കാലി കെട്ടുന്ന മുമ്പ് ഞാൻ കത്ത് പോയാലോ? കേട്ടാ നോക്കണേ. കത്ത് പോട്ടെ പോട്ടെ, അപ്പൊ പൂച്ചിടാലോ, കത്തിച്ചു കളയാലോ, എന്താ പ്രശ്നം? അങ്ങനെ നമ്മൾ ചിന്തിക്കാറ്. സ്വാമി സദ്യ ഉണ്ടാക്കി കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കത്ത് പോയാലോ? നീ കഴിക്കേ. അതുകൊണ്ട് മുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങാതിരിക്കട്ടെ. തുടങ്ങണം.
തുടക്കത്തിലെ മുടക്കം വേണ്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും പലർക്കും പറ്റുന്നൊരു കുഴപ്പമാണ്. കോഴിക്കോട് തന്നെ ഒരിക്കൽ കുറെ കൊല്ലം മുമ്പാ ഈ ജപത്തെ കുറിച്ചൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ജപം. അപ്പൊ ജപസാധനയെ കുറിച്ച് പറയുമ്പോ എല്ലാരും ജപിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ വെറുതെ ഈ കൂട്ടത്തിൽ എല്ലാരും ജപിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞപ്പോ ഒരു മോള് എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ ജപിക്കാറൊന്നുമില്ല. എന്താ മോളെ, മുടങ്ങി പോയാൽ പാപ അഭിലേഷിട്ട് തുടങ്ങാത്തതാണ്. ഇതൊരു കഷ്ടമാണ്. മുടങ്ങി പോയാൽ പാപ അഭിലേഷിട്ട് തുടങ്ങാത്തത്. ഞാൻ പറഞ്ഞ മോളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ആരും ഭക്ഷണം കഴിക്കണ്ടേ. കാരണം ചിലരുടെ വയസ്സ് കാലത്ത് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റായിക എന്നൊരു ദിനം വരാറുണ്ട്. ഇല്ലേ? അങ്ങനെയില്ല? ഉണ്ട്, പലർക്കും വരാറുണ്ട്. അങ്ങനെ മോൾക്കൊക്കെ വരികയാണെങ്കിലോ ഇപ്പൊ എപ്പോഴേ നിർത്തിക്കോളൂ. അന്ന് കഴിക്കാൻ പറ്റാഞ്ഞാൽ എന്താ ചെയ്യുക? എപ്പോഴേ കഴിക്കണ്ട. എന്ത് പൊട്ടത്തര. കഴിക്കാൻ പറ്റാണ്ടല്ല അപ്പൊ നോക്കിയാ പോരെ. ഇപ്പൊ നിങ്ങള് ഇപ്പൊ പറ്റുന്നുണ്ടല്ലോ. മനുഷ്യൻ എപ്പോഴും ഈ സാധനാ വിഷയങ്ങളിൽ അങ്ങനെ മുടക്കം ചിന്തിക്കും. വേറൊന്നും അങ്ങനെ മുടക്കം ചിന്തിക്കണേ കാണാറില്ല കേട്ടോ. അവനെ പറ്റിക്കണത്, അവളെ പറ്റിക്കണത്, അതിലൊന്നും മുടക്കം ചിന്തിക്കില്ലല്ലോ. ഉണ്ടോ? അവന്റെ പൈസ അടിച്ചു മാറ്റുന്നത്, അവളെ വഞ്ചിക്കുന്നത്, ഒന്നും ഒരു മുടക്കവും മനുഷ്യൻ കാണുന്നില്ല. ഇത് മാത്രം സാധനാ വിഷയം പറഞ്ഞാൽ പറയാം, അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, വ്രതം നോട്ടോളൂ, വ്രതം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ വലിയ പ്രശ്നം. ഞാൻ ചാപ്പാട് കഴിച്ചോളൂ, അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ആരും ചിന്തിക്കാറില്ല കേട്ടോ. എന്താണ് അങ്ങനെ മനുഷ്യനെന്താ അങ്ങനെ ചിന്തിച്ചോ? ഉത്തരവാദിത്തം. അതുകൊണ്ട് അഭ്യാസം, വൈരാഗ്യം ഇതിനെ കൊണ്ട് മനസ്സ് ഗ്രഹിക്കപ്പെടും. ഉറപ്പാണ്. ഭഗവാന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയ വാക്കാണ് ഗൃഹ്യതേ. ഗ്രഹിക്കപ്പെടും. ഈ രണ്ട് സാധനങ്ങളാണ് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അഭ്യാസം, വൈരാഗ്യം. അഭ്യാസം ആവർത്തിച്ചുള്ള പരിശ്രമം. വൈരാഗ്യം, വൈരാഗ്യ ഭാവന, അതായത് വിവേകാഭ്യാസം. നോക്കൂ, असंशयं नास्ति संशयः मनः दुर्निग्रहं चलम् इत्यत्र हे महाबाहो। किन्तु अभ्यासेन तु अभ्यासो नाम चित्तभूमौ कस्याञ्चित् समानप्रत्ययप्रवृत्तिः चित्तस्य प्रत्ययावृत्तिः चित्तस्य। वैराग्यं नाम दृष्टादृष्टेष्टभोगेषु दोषदर्शन अभ्यासात् परिदृष्ण्यं। तेन च वैराग्येण गृह्यते विक्षेपरूपः प्रचारः चित्तस्य। एवं तद् मनः गृह्यते, निगृह्यते, निरुध्यते इत्यर्थः। असंशयं न अस्ति संशयः मनः दुर्निग्रहं चलम् इत्यत्र हे महाबाहो। किन्तु अभ्यासेन तो अभ्यासो नाम चित्तभूमौ कस्याञ्चित् समान प्रत्ययावृत्तिः चित्तस्य। वैराग्यं नाम दृष्टादृष्टेष्टभोगेषु दोषदर्शन अभ्यासात् वैदृष्ण्यम्। तेन च वैराग्येण गृह्यते विक्षेपरूपः प्रचारः चित्तस्य। एवं तन्मनः गृह्यते, निगृह्यते, निरुध्यते इत्यर्थः। असंशयं ഒരു സംശയമില്ലല്ലോ. നീ പറഞ്ഞ ശരിയാണ്. അർജുനൻ പറഞ്ഞ 100% ഭഗവാൻ അംഗീകരിച്ചു. അതാണ് അസംശയം. നാസ്തി സംശയ, ഒരു സംശയമില്ല. നീ പറഞ്ഞ ശരിയാണ്. എന്തിന്? മനോ ദുർനിഗ്രഹം ചലമിത്യത്ര.
മനസ്സ് നിർനിഗ്രഹമാണ്, ചലമാണ് എന്നുള്ള വിഷയത്തിൽ ഒരു സംശയമില്ല. നീ പറഞ്ഞ ശരിയാ. ഹേ മഹാബാഹു, കിന്തു എന്നാൽ മനോനിയന്ത്രണത്തിനുള്ള പ്രയത്നം ഉപേക്ഷിക്കാൻ വരട്ടെ. പ്രയത്നിച്ചാൽ വിജയിക്കാം. അഥവാ പ്രയത്നിച്ചാൽ വിജയിക്കില്ല വെച്ചാൽ ശാസ്ത്രത്തിന്റെയോ സാധനയുടെയോ ഗുരുവിന്റെയോ ആവശ്യമില്ല. അതാണ് പ്രയത്നിച്ചാൽ വിജയിക്കാം. അതെന്താ മാർഗം? അഭ്യാസേന, അഭ്യാസം കൊണ്ട്. അഭ്യാസവും നാമ, അഭ്യാസം എന്ന് പറഞ്ഞാൽ ചിത്തഭൂമൗ, അന്തഃകരണത്തിൽ കസ്യാഞ്ചിത് സമാന പ്രത്യയാവൃത്തി ചിത്തസ്യ, അന്തഃകരണത്തിൽ സമാനമായ പ്രത്യയാവൃത്തി നേടുക എന്നുള്ളതാണ്. അന്തഃകരണത്തിൽ സമാനമായ പ്രത്യയാവൃത്തി, പ്രത്യയങ്ങളുടെ സമാനമായ പ്രത്യയങ്ങളുടെ ആവൃത്തി. ഇപ്പൊ നമ്മുടെ അന്തഃകരണത്തിൽ എത്ര വൃത്തികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോ ലക്ഷക്കണക്കിന് വൃത്തികൾ നമ്മൾ ഓരോരുത്തരിലും ഉണ്ട്. ഈ ലക്ഷക്കണക്കിനായ വൃത്തികളിൽ പ്രതീതിയെ ജനിപ്പിക്കുന്ന തരം വൃത്തികൾ തന്നെ കുറെ ഉണ്ടാവും. ഒരു 10-40 ഉണ്ടാവും. ഇല്ലേ? ആലോചിച്ചു. ഇപ്പൊ നമ്മളെ ആലോചിച്ചു. ഇപ്പൊ ഈ ഇരിക്കുമ്പോ ഈ നിമിഷം പോട്ടെ, നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ആ നിമിഷം മാറിപ്പോകും. എന്നാലും ചർച്ചയ്ക്ക് വേണ്ടി ഒരു നിമിഷം എടുക്കുക. എന്തെല്ലാം പ്രത്യേകങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, എന്തെല്ലാം പ്രതീതി ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്, കേൾക്കുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട്, മനനം ചെയ്യുന്നുണ്ട്. ആ ഫാനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, അതിന്റെ വായുസ്പർശം അറിയുന്നുണ്ട്, രൂപങ്ങൾ കാണുന്നുണ്ട്, എപ്പോഴാണ് നിർത്തുന്നാവോന്ന് ചിന്തിക്കുന്നുണ്ട്, വെള്ളം കുടിക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്, വൈകുന്നേരം എപ്പോഴാണ് പോകുക, അങ്ങനെ പലതും ഉണ്ടാവില്ലേ? വീടിനെ പറ്റി, നാടിനെ പറ്റി, ശത്രുവിനെ പറ്റി, മിത്രത്തെ പറ്റി, ഇന്ന് ചെയ്തു വെച്ച പണി, ഇന്ന് ചെയ്യാനുള്ള പണി, എന്തൊക്കെ ഇപ്പൊ ഉണ്ടാവില്ല. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അന്തഃകരണത്തിൽ അതൊക്കെ നടക്കുന്നുണ്ട്. ഇല്ല, ഇത് അസമാന പ്രത്യയങ്ങൾ. സമാന പ്രത്യയങ്ങൾ, അസമാന പ്രത്യയങ്ങൾ, അല്ലെങ്കിൽ വിഷമ പ്രത്യയങ്ങൾ എന്ന് പറയാം. വിഷമ പ്രത്യയങ്ങൾ. അപ്പൊ ഈ വിഷമ പ്രത്യയങ്ങള് അഭ്യാസബലം കൊണ്ട് ഒരു പ്രത്യയമാക്കി ഉറപ്പിക്കുക. ഏതെങ്കിലും ഒന്നിൽ അതിനെന്തെങ്കിലും ഒരു സഹായം സ്വീകരിച്ചേ മതിയാവും. ആരംഭഘട്ടത്തിൽ ഏറ്റവും എളുപ്പമാണ്. ഈ ദേവതോപാസനയിലും മറ്റും ശ്രദ്ധ ഉള്ളവർക്ക് എളുപ്പമാണ്. ഭഗവാന്റെ നാമം, രൂപം എന്നൊക്കെ ഉള്ളത് വളരെ എളുപ്പമാണ്. ഇനി അങ്ങനെയൊന്നും ഇല്ല വെച്ചാൽ വേണ്ട. എല്ലാവരും ഇപ്പോ നാമരൂപങ്ങളെ സ്വീകരിച്ചോളണമെന്നൊന്നും പറയണില്ല. ഒരാളോട് പലതും പറഞ്ഞു, എനിക്ക് നാമം ജപിച്ചേ, നാമത്തിൽ എനിക്ക് വിശ്വാസമില്ല, രൂപത്തിൽ വിശ്വാസമില്ല, ഒന്നുമില്ല. അവസാനം അവനോട് ചോദിക്കേണ്ടി നിനക്ക് മൂക്കിൽ വിശ്വാസമാണ്. മൂക്കുണ്ടോ? ഉണ്ട്. ആ മൂക്കിനൊരു തുമ്പുണ്ടോ? സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ. മതി, മൂക്കിന്റെ തുമ്പത്ത് നോക്കിക്കൊണ്ടെങ്കിൽ അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങോട്ടൊന്നും നോക്കണില്ല. നാമം ജപിക്കുമ്പോ ഒരു ശ്രദ്ധയില്ല, ഏകാഗ്രത വരുന്നില്ല പറഞ്ഞ് ഒരമ്മ ശ്രീരാമകൃഷ്ണദേവനോട് പരാതി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ പേരാന്ന് ചോദിച്ചു. പേരക്കുട്ടിയുടെ പേരാതി ജപിക്കാൻ പറഞ്ഞു. അതെ, ശിവായ, നാരായണായ, മഹാദേവി ഒന്നും വേണ്ട, ആ പേരക്കുട്ടിയുടെ നാമം ജപിച്ചു. മനസ്സിൽ ഉറച്ചോളൂ. എന്തെങ്കിലും ആശ്രയം, അല്ലാണ്ട് ദിവാളോ ചുറ്റികയോ നക്ഷത്രമോ കൈപ്പത്തിയോ താമരയോ എന്തായാലും ഒന്നുമില്ല. എന്താണോ നമുക്ക് ശ്രദ്ധ മനസ്സിനെ ഘടിപ്പിക്കാൻ പറ്റും.
അത്രയോ. അല്ലാണ്ട് ശിവരൂപം തന്നെ വേണം, വിഷ്ണുരൂപം തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് രൂപം, ഏത് നാമമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഋഷിപ്രോക്തമായതിന് എത്രമാത്രം ഉണ്ടാവും എന്ന് ആലോചിക്കുക. ഏതെങ്കിലും ഒരു ആശയത്തിൽ അന്ധകരണത്തെ ഉറപ്പിച്ച് അതിലേക്ക് തന്നെയുള്ള പ്രത്യയങ്ങളുടെ ആവൃത്തി. അപ്പൊ ആരംഭത്തില്, സാധനയുടെ ആരംഭത്തില് ഈ ആവൃത്തി ചെയ്യുമ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരും, സാരില്ല. അത് ചെന്ന് നിർത്തരുത്. സ്വാമി മനസ്സിന് ഏകാഗ്രത ഇല്ലാതുകൊണ്ട് ഞാൻ ജപം നിർത്തിക്കളയാൻ പാടില്ല. ഏകാഗ്രത വേണ്ട, എന്നാലും ജപിച്ചോളൂ. പതുക്കെ 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 സാധനാ സംസ്കാരം വളർന്ന് ഇതര വിപരീതങ്ങളായ പ്രത്യയങ്ങൾ അടങ്ങി ഒന്നിൽ ഉറയ്ക്കുന്ന സ്ഥിതി വരും, ഉറപ്പും. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മേയാൻ പോകുമ്പോ അവിടുന്ന് ചോദിക്കണം, അതൊക്കെ കൊടുക്കുമ്പോഴാ പിന്നെയും പിന്നെയും പോണത്, അല്ലേ? മനസ്സ് ചോദിക്കുന്നത് കൊടുക്കാതിരുന്നാ മതി. അപ്പൊ ഇരിക്കേണ്ടടുത്ത് ഇരിക്കും. കാരണം ഇരിക്കാൻ കാരണമായിട്ടല്ലോ, പോവാനല്ലേ കാരണമാണ്, അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ കാരണം? ഇവിടെ മിണ്ടാണ്ടിരിക്കാൻ കാരണമാണ്, മിണ്ടാനല്ലേ കാരണമുണ്ട്, അല്ല? ശരിയല്ലേ? എന്താ അഭിപ്രായം? നീ എന്തൊന്നും മിണ്ടാണ്ടിരിക്കണ, എന്താ കാരണം? എന്താ ചോദ്യത്തിന് അർത്ഥമില്ല. മിണ്ടാനാണ് കാരണം വേണ്ടത്, മിണ്ടാതിരിക്കാൻ കാരണം വേണ്ടത്. നീ എന്തങ്ങനെ ഇരിക്കുന്നത്? എന്തിനാ നടക്കണമെന്ന് ചോദിച്ചാൽ ശരിയാ. അതിന് കാരണം വേണം, നടക്കാൻ കാരണം വേണം, ഓടാൻ കാരണം വേണം. ഇരിക്കാൻ കാരണമാണ്, ഒരു കാരണമാണ്. വെറുതെ ഇരിക്കുക, അങ്ങനെ ഇരുന്നോളൂ. കാരണം മറ്റേ കാരണങ്ങൾ അടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ലബ്ധി ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാ പോണത്. ഒന്നും ലഭിക്കാനില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടില്ല, തന്നിൽ അടങ്ങിയിരിക്കും. ഇതന്നെ അഭ്യാസം, ആവർത്തിച്ചുള്ള പരിശ്രമം. വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദൃഷ്ടാദൃഷ്ടേഷ്ട ഭോഗേഷു ദോഷദർശനാഭ്യാസാത് വൈദൃഷ്ണ്യം. വിതൃഷ്ണത വരിക, വൈദൃഷ്ണ്യം. തൃഷ്ണ ഒഴിഞ്ഞ അവസ്ഥ. തൃഷ്ണ ആഗ്രഹം, അതിനെ പ്രാപിക്കണം, ഇതിനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹമാണ് തൃഷ്ണ. അത് ഒഴിഞ്ഞ അവസ്ഥ വൈതൃഷ്ണ്യം. ഈ വൈതൃഷ്ണ്യം എങ്ങനെ വരുന്നു? ദൃഷ്ടാദൃഷ്ടേഷ്ട വിഷയങ്ങളിൽ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളും ആയ ഇഷ്ടവിഷയങ്ങൾ. എപ്പോഴാ ഇഷ്ടമാകുന്നത്? ഇഷ്ടമാവുന്നത് എപ്പോഴാ? ഇഷ്ടമാവുന്നത് നമുക്ക് അനുകൂലമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാ. അനുകൂലമാണെന്ന് മനസ്സിലാക്കുമ്പോ അനുകൂലം. അല്ലാണ്ട് അനുകൂലം എന്നുള്ളൊരു നിർവചനമൊന്നും പറയാൻ വയ്യ, പറ്റുമോ? എന്താ അഭിപ്രായം? അനുകൂലം എന്നുള്ളൊരു നിർവചനം, അനുകൂലം എന്ന് കണക്കാക്കി അനുകൂലം, അത്രേ ഉള്ളൂ. അത് കണക്കാക്കുന്നിടത്താ. ഈ വിഷയം എനിക്ക് അനുകൂലമാണെന്നോ മനസ്സ് പറഞ്ഞാൽ അനുകൂല, തിരിച്ചു പറയണ വരെ അനുകൂലമാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകും. അത് ഇഷ്ടമായി, അത് നേടാനുള്ള പരിശ്രമമായി, നേടിയതാണെങ്കിൽ നിലനിർത്താനുള്ള പരിശ്രമമായി. യോഗം ക്ഷേമം. ഇഷ്ടമായതിൽ യോഗക്ഷേമ ചിത്തം. ആ ഇഷ്ടം ഏതൊക്കെയാവാം? ദൃഷ്ടവുമാകാം, അദൃഷ്ടവുമാകാം. അദൃഷ്ടം എങ്ങനെ? ശ്രുതമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകാരത്തിൽ സ്മരണയ്ക്ക് യോഗ്യമായതോ ആയ അദൃഷ്ടം നമ്മൾ ഇഷ്ടപ്പെടും.
ദൃഷ്ടം ഈ ലോകത്തിൽ കാണുന്നതാണ്, അനുഭവിച്ചതാണ്. അദൃഷ്ടം അനുഭവിക്കാത്തതാണ്, അനുഭവിച്ചിട്ടില്ല. പക്ഷെ അതിലും ആഗ്രഹം ഉണ്ടാവാം. കാരണം അത് കേട്ടിട്ട് ഇല്ലേ, സ്വർഗം തുടങ്ങിയ ലോകങ്ങളെ കുറിച്ചൊക്കെ കേട്ടപ്പോ പോണം തോന്നി. അവിടുത്തെ സുഖങ്ങൾ വർണ്ണിച്ച് കേൾക്കുമ്പോ നമുക്ക് വലിയ ആകർഷണം തോന്നി. വർണ്ണിക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? സ്വർഗത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഏതെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആണ് പോയി വന്നിട്ടാണോ വർണ്ണിച്ചത്? അല്ല, ഭാവനയാണ് നിനക്കുണ്ടാവുമായിരിക്കും. അത് ഓരോ നാട്ടിന്റെ സംസ്കാരം അനുസരിച്ച് കേമമായത് എന്തോ അതാണ് അവിടെ കൽപ്പിക്കുക. ഇവിടെ ഉള്ളവർ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും പിന്നെ രസിക്കാൻ പാട്ട് ഇല്ലേ, ഗന്ധർവന്മാര്, പിന്നെ നൃത്തം, അപ്സരസുകളുടെ ഡാൻസ്, ഇതൊക്കെയാണ് ഇവിടെ സങ്കല്പിച്ചത്. ഉഷ്ണമേഖല രാജ്യത്തുള്ളവർ സങ്കല്പിച്ചത് അടിയിലൂടെ നീരൊഴുക്ക്, നല്ല പച്ചപ്പ്, നല്ല മുന്തിരി വള്ളികള്, പലതരം മദ്യങ്ങള്. ഓരോ രാജ്യത്ത് എന്താണോ പ്രദേശത്ത് എന്താണോ കേമായിട്ടുള്ളത് അത് അവിടുത്തെ അഭാവം എന്തോ അത് അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അങ്ങനെ ദൃഷ്ടവും അദൃഷ്ടവുമായ ഇഷ്ടവിഷയങ്ങൾ അനുകൂലമാകും എന്ന് നമ്മൾ ബോധിക്കുന്നതൊക്കെ ഇഷ്ടം. ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ദോഷദർശനാഭ്യാസം കൊണ്ട് നേടാൻ ദുഃഖം, നഷ്ടപ്പെട്ടാൽ ദുഃഖം, നിലനിർത്താൻ ദുഃഖം, ഇങ്ങനെ ചിന്തിക്കുക. ഇഷ്ടമായിട്ട് വെച്ചാൽ തിരക്കേണ്ടില്ല. ഇഷ്ടം അടുത്ത നിമിഷം ബന്ധനവും. ഇഷ്ടപ്പെടുന്നതിന്റെ വിരോധമൊന്നുമില്ല. പക്ഷെ ഇഷ്ടം അടുത്ത നിമിഷം ബന്ധനായി മാറും. ഇല്ലേ? ഇല്ല? എന്താ അഭിപ്രായം? പതി പത്നിയോട് പറഞ്ഞു, അല്ലെങ്കിൽ കാമുകൻ കാമുകിയോട് പറഞ്ഞു, അല്ലെങ്കിൽ കാമുകി കാമുകനോട് പറഞ്ഞു, പത്നി പതിയോട് പറഞ്ഞു, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. അച്ഛൻ വലിയ സന്തോഷമായി. നിന്നെ പോലെ 10 പേരെ ഇഷ്ടമാണ്. അപ്പൊ ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്നല്ലോ എന്നുള്ള സന്തോഷമല്ല അപ്പൊ തോന്നുക. പിന്നെന്താ തോന്നുക? നിരോധായി, ഞാൻ എനിക്ക് ഡൈവേഴ്സ് വേണം. ഞാൻ ആരെയും വെറുക്കണില്ലല്ലോ, നിന്നെ ഞാൻ വെറുത്തില്ലല്ലോ. 10 പേരെ ഇഷ്ടമെന്നല്ലേ പറഞ്ഞല്ലോ. നിനക്ക് എന്താ അക്സെപ്റ്റ് ചെയ്യുമ്പോ ഉൾക്കൊള്ളാൻ എന്താ? എന്താ ആർക്കും പറയാൻ പറ്റും? അതിന് കരാറുണ്ടോ? നിന്നെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ? അങ്ങനെ ലോകത്തെ എവിടെ കരാറ് ആരെങ്കിലും ആയിട്ടുണ്ടായി? നിന്നെ എനിക്ക് ഇഷ്ടമാണ്, ആ ഇഷ്ടത്തിന് ഒരു കുറവുമില്ല. പക്ഷെ 10 പേരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു 100 പേരെ ഇഷ്ടമാണ്. അതേപോലെ ഇഷ്ടം കുറയ്ക്കില്ല. അത് ഞാൻ പറഞ്ഞത് ഇഷ്ടം ബന്ധനായി മാറും. ഈ ബന്ധനാവുന്നത് ഒന്നുകിൽ പൊസസീവ്നെസ് എന്നുള്ള രീതിയിലാവും, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് എന്നുള്ള രീതിയിലാവും. രണ്ടും കരയിപ്പിക്കുന്നു. വല്ലാത്ത രോഗം മനുഷ്യൻ. ഇതൊക്കെ നേരെ തിരിച്ചു പറഞ്ഞോളൂ. ഒരാൾക്കൊരു മാരകമായ രോഗം വന്നു, അയ്യോ എനിക്ക് രോഗം ഉണ്ടല്ലോ, നിനക്ക് മാത്രല്ലടേ, ഇന്നത്തെ കാലത്ത് 10-50 പേർക്കുണ്ട്. ഓ സമാധാനായി, എനിക്ക് മാത്രമല്ലല്ലോ. അതെന്താണ്? സമാധാനായി, ഇപ്പോഴാ സമാധാനം. അല്ലാത്ത വ്യാകുലതയായിട്ട് ഇവിടെ അമ്മ വന്നായിരുന്നു. 2-3 മാസമായിട്ട് നമ്മൾ ഈ വേദാന്ത ക്ലാസ് ഒരു ദിവസം തന്നെ ഉണ്ടാകും. അന്ന് സന്ദർഭവശാൽ അതേ പ്രശ്നമാണ് 2-3 അമ്മമാർ കൂടി ഇവിടെ ഉണ്ട്. സ്വാമി, ഞാൻ എങ്ങനെ ജീവിക്കാന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. കാരണം അവർക്ക് ക്യാൻസർ വന്ന് അവരുടെ
ബ്രസ്റ്റൊക്കെ മുറിച്ച് മാറ്റിയിരിക്കുക. അപ്പൊ അതേ സർജറി കഴിഞ്ഞ രണ്ടുപേരും ഇവിടെ വേറെ ഉണ്ട്. അവരൊക്കെ അങ്ങനെയാണല്ലോ, അത്ര സന്തോഷമായിട്ട് ചിരിക്കണേ കണ്ടില്ലേ നിങ്ങൾ? അതൊക്കെ അങ്ങനെയാ, അതാനായി നോക്കണേ, എന്താ അങ്ങനെ, എന്ത് ഈ രോഗത്തിന് പറയട്ടെ. അതേപോലെ ഞാൻ 10 പേര് അധികം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഇഷ്ടാവില്ല. ഇവിടെ പതി പത്നി കാമുകി കാമുകന്മാരൊന്നും ചർച്ച ചെയ്യുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഇഷ്ടമായി നിന്നാൽ കുഴപ്പമില്ല, പക്ഷെ ഇഷ്ടം ബന്ധനത്തിലേക്ക് നീങ്ങും. ബന്ധനത്തിലേക്ക് നീങ്ങിയാലോ എന്താവും? ദുഃഖം നൽകും. സുഖം എന്നൊരു നിമിഷം മുമ്പുണ്ടായിരുന്നത് ദുഃഖത്തിന് കാരണമാണ്, ഈർഷ്യക്ക് കാരണം, അസൂയക്ക് കാരണം, കുശുമ്പിന് കാരണം, വിരോധത്തിന് കാരണം, എല്ലാത്തിനും കാരണം. എന്തെല്ലാം ദോഷങ്ങളുണ്ടോ ദോഷ പരമ്പരയ്ക്ക് കാരണം. ഒന്ന് മാറി നീ പറഞ്ഞ മാത്രം ഒന്ന് ചിന്തിച്ചു വെക്കും, ബാക്കി വേദാന്തമൊക്കെ തൽക്കാലം വിട്ടാൽ. അതെ, അനുകൂലം പ്രതികൂലം ഇഷ്ടം അനിഷ്ടം ഇതൊക്കെ ദേശകാലങ്ങളിൽ അപേക്ഷിച്ചിട്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അടുക്കളയിൽ നിന്ന് മോഷ്ടിച്ച് കഴിക്കുമ്പോൾ സുഖം അനുകൂലമാണ്, അമ്മ വന്ന് നോക്കുമ്പോഴോ അപ്പൊ പ്രതികൂലായില്ലേ? ഇല്ല, ഒരു നിമിഷം മതി, ഇത്രയാണ്. എല്ലാം അങ്ങനെ തന്നെ. നമ്മുടെ നാട്ടിൽ നടക്കണ ബലാത്സംഗം വിചാരം ആരെങ്കിലും ഒന്ന് കണ്ടുപോകുമ്പോഴേ ബലാത്സംഗം. എല്ലാ വിഷയങ്ങളും ബാല്യപ്രേമം പഞ്ചസാരയോട് മൂത്തിട്ടുണ്ട് ഡയബറ്റീസ് എന്ന് പറഞ്ഞപ്പോഴോ കാണാനെ. പണ്ട് താൻ ഒരു 10 മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണം, തിരിഞ്ഞു നോക്കുക, മറിഞ്ഞു നോക്കുക. ഇപ്പൊ മോള് നോക്കണ കാണുമ്പോൾ ദേഷ്യം. കാരണം തനിക്ക് വയസ്സായി, ജരാനര ബാധിച്ചു, അവള് ഇപ്പോഴും ചെറുപ്പമാണ്. അപ്പൊ അവള് നോക്കണ കാണുമ്പോൾ തനിക്കറിയാം എന്താ ഇങ്ങനെ വേണ്ടാന്ന് നോക്കി നിൽക്കണം, ഒറ്റ പ്രാവശ്യം നോക്കിയാൽ പോരെ. താനോ ഞാൻ എത്ര നോക്കിയിരുന്ന കുറച്ച് മുമ്പ്. എന്താ അതിങ്ങനെ അപേക്ഷിച്ചു? ദേശകാലങ്ങളോട് അപേക്ഷയിലാണ്. ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ വിചാരത്തിലൂടെ ദൃഷ്ടവും അദൃഷ്ടങ്ങളുമായ ഇഷ്ടഭോഗങ്ങളുടെ ദോഷദർശനാഭ്യാസം, നേടാൻ ദുഃഖം, നഷ്ടപ്പെട്ടാൽ ദുഃഖം, വേറെ ആരും കൊണ്ടുപോയാൽ ദുഃഖം ഇല്ലേ, പിന്നെയോ ക്ഷയിച്ചാൽ ദുഃഖം, എല്ലാം ദുഃഖം തന്നെ. ഇത് നല്ലപോലെ നിരൂപണം ചെയ്യും. ഇപ്പൊ ദോഷദർശനാഭ്യാസം, ദോഷദർശനം എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാ തോന്നുന്നത്. ഭാഷകാരൻ പറഞ്ഞു എന്നുള്ളത് ശരിയാ. യാഥാത്മ്യ എങ്ങനെയുണ്ടോ അങ്ങനെ നിരൂപണം ചെയ്താൽ മതി. അത് നമുക്ക് നിരൂപണം ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. അതുകൊണ്ടാണ്, കാരണം നമ്മൾ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടാണ് ഓരോന്നിനെയും കാണുന്നത്. അപ്പോഴാ മുഖം എന്താണ്, ചന്ദ്രമുഖി ഇല്ലേ, മീനാക്ഷി എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പൊ നീ സാക്ഷാൽ മീനാക്ഷി തന്നെ. പിന്നെ മൂക്കോ എള്ളുമ്പൂ പോലുണ്ട്, ഇങ്ങനെ ഓരോന്ന് പറയും. ഇത് കൽപ്പിക്കുകയാണ്. ഒരു നിമിഷം മാറിക്കഴിഞ്ഞാലോ മൂക്ക് ഏതുപോലുണ്ട്, മൂക്ക് പോലുണ്ട്. ഇങ്ങനെ എള്ളുമ്പൂ പോലെ മൂക്കുണ്ടത്, മൂക്ക് തന്നെ. കണ്ണ് മീനിനെ പോലെയാ, കണ്ണ് തന്നെ. വേണ്ടാണ്ട് പറയാണിതൊക്കെ. ഇതിങ്ങനെ പറഞ്ഞിട്ട് അതിൽ പൊട്ടു, അത്രേ ഉള്ളൂ. ഒന്ന് മാറി ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ആരാ, ഞാൻ തന്നെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അന്തർമഹാരോഗവതീം വിജാനൻ ഗോനാമവേശ്യാമഭി രോഹിണീം പ്രജയേ. ഭാഷകാരൻ തന്നെ പറയുന്നത്
ശങ്കരാചാര്യ സ്വാമികൾ എന്ന് പറയുന്ന ദൃഷ്ടാന്തം. അന്തർമഹാലോകവതിയും വിചാരൻ ഓ നാമ വേശ്യാമപി രൂപിണിയും പറഞ്ഞ് ഒരുത്തം പറഞ്ഞ് അവിടെ ഒരു വേശ്യ, പുതിയ വേശ്യ വന്നിട്ടുണ്ട്, ഓരോ സുന്ദരിയാണ്ട്, എന്നാ പോവാം പോയി പകുതി വഴിക്കെത്തിയപ്പോ ഒരാൾ പറഞ്ഞു അന്തർമഹാലോകവതി അവള് ഏസാണ്. ഉടനെ എന്തായി? അങ്ങോട്ട് കൂടെ മടങ്ങി, നീ അങ്ങ് പോവാ. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ. അങ്ങനെ ഒരു വസ്തുവിന്റെ സ്വരൂപത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച് വിചാരം ചെയ്ത് മനസ്സിനെ വിവേകാഭ്യാസം കൊണ്ട് വൈരാഗ്യ ഭാവന ജനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സാധന. മറ്റൊരു സാധനയോ അഭ്യാസം. അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് മനസ്സ് നിരോധിക്കപ്പെടും. അപ്പോ ഗൃഹ്യതേ വിക്ഷേപരൂപ പ്രചാര ചിത്തസ്യ, അന്ധകരണത്തിന്റെ മനസ്സിന്റെ വിക്ഷേപരൂപമായ പ്രചാരം ഗ്രഹിക്കപ്പെടും. അവിടെ അടങ്ങിയിരിക്കും മനസ്സ്. എവിടേക്കും പോകാനില്ല. പോയിട്ട് അവിടെ നിന്ന് എന്തോ കിട്ടാണ്ട് വിചാരിച്ചിട്ടല്ലേ പോണത്. അവിടെ പോയെന്തോ കിട്ടാണ്ട്, ഇവിടെ പോയെന്തോ കിട്ടാണ്ട് വിചാരിച്ചിട്ടാ പോണത്. അവിടെ എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ അവിടെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകാനാ? അപ്പൊ അടങ്ങിയിരിക്കും. അല്ലാതെ അടങ്ങിയിരിക്കുക പറഞ്ഞിട്ടൊന്നും മനസ്സിലിരിക്കില്ല. അറിയോ? കുട്ടികളുടെ അടങ്ങിയിരിക്കുക അവിടെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്ത് മൂഢന്മാരാണ് പരമാശു നമ്മയെന്ന് മനസ്സിലാവും. അടങ്ങിയിരിക്കുക. എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയുക കുട്ടിക്ക്? അതിന് പകരം ഒരു കളിപ്പാട്ടം കൊടുക്കുക. അപ്പൊ അടങ്ങിയിരിക്കും. എന്ത് പ്രതീക്ഷ അങ്ങോട്ട് പോണത് അത് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് എങ്ങനെ അടങ്ങിയിരിക്കുക പറയൂ? ഇവിടെയാണ് നാമജപത്തിന്റെ രൂപധ്യാനത്തിന്റെ ഒക്കെ പ്രാധാന്യം വരുന്നത്. ധരിക്കട്ടെ. ഏവം തൻ മനഃ ഗൃഹ്യതേ നിഗൃഹ്യതേ, ഇങ്ങനെ ആയാൽ മനസ്സിൽ ഗ്രഹിക്കപ്പെടും, നിഗ്രഹിക്കപ്പെടും. നിരുദ്ധ്യത ഇത്യർത്ഥം നിരോധിക്കപ്പെടും എന്നർത്ഥം. അതുകൊണ്ട് അർജുനനെ വിഷമിക്കേണ്ട, ഈ രണ്ട് സാധനങ്ങളും മതി എന്ന് പറഞ്ഞു. അഭ്യാസവും വൈരാഗ്യവും. അപ്പൊ അതിന് മുമ്പെന്ന് വേണം എല്ലാവർക്കും പരിശീലനം. നല്ലപോലെ മനസ്സിൽ അടക്കം വരുത്തണം, എന്നാലേ ഇതൊക്കെ സാധിക്കും. അതെങ്ങനെയാ വേണ്ടത്? അതാണ് അടുത്ത ശ്ലോകം. നമുക്ക് അടുത്ത പ്രാവശ്യം 35 ശ്ലോകമായി.